നിന്ന് ഇന്ന് പരാമർശിക്കാൻ പോകുന്നത് BPSC 145 ബ്ലോക്ക് 5 യൂണിറ്റ് 13ഉം 14ഉം ആണ്. യൂണിറ്റ് 13ൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ക്ലാസ് എടുക്കുന്നത് എൻവയറമെന്റും അതിന്റെ പ്രൊട്ടക്ഷനെ പറ്റിയും, 14 വരുന്നത് ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റിയാണ്. അപ്പോ ഈ എൻവയറമെന്റ് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അതിന്റെ പ്രിസർവേഷൻ, അല്ലെങ്കിൽ അതിന്റെ പ്രൊട്ടക്ഷൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. ഇത് പോളിസികളായിട്ട് വരുന്നത് നമ്മുടെ 1950 യുണൈറ്റഡ് നേഷൻസിലാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കുകയും അതിന്റെ പരിണാമമായിട്ട് ഈ എൻവയറമെന്റൽ മൂവ്മെന്റ്സ്, അതായത് ഗ്ലോബ് മുഴുവൻ, വേൾഡ് മുഴുവനും ഇതിനെപ്പറ്റി ഒരു സംസാര വിഷയമാകുകയും അത് 1960 ഇത് ഒരു ഷേപ്പായിട്ടുള്ള കൺസർവേഷൻ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ട് കൊണ്ടുവരുന്നു. ഇതിന്റെ ഫോക്കസ് മുഴുവനും എൻവയറമെന്റലിന്റെ ക്വാളിറ്റി എന്താണ്, ഇക്കോളജി എന്താണ്, എത്രത്തോളം ബ്രോഡാണ്, എത്രത്തോളം മാസ് മൂവ്മെന്റ് ആണ്. അപ്പൊ ഈ ഇഷ്യൂസ് എന്ന് പറയുന്നത്, എൻവയറമെന്റൽ ഇഷ്യൂസ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എപ്പോഴും പൊല്യൂഷൻ, പോപ്പുലേഷൻ ഗ്രോത്ത്, കൺസ്യൂമറിസം ആൻഡ് റിസോഴ്സിന്റെ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇതിനെ ഒരു സോഷ്യൽ ജസ്റ്റിസിൽ വേണം കൊണ്ടുവരാൻ. 2 വിധത്തിലാണ് നമ്മൾ എൻവയറമെന്റൽ മൂവ്മെന്റിനെ കാണുന്നത്. ഒന്ന് റിഫോം ആയിട്ട്, പിന്നൊന്ന് റാഡിക്കൽ ആയിട്ട്. അപ്പൊ അങ്ങനെ തോന്നുമ്പോൾ റീഫോം അപ്രോച്ചിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് സൊസൈറ്റിയിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ്? സസ്റ്റൈനബിൾ ആയിട്ടുള്ള എൻവയറമെന്റൽ ഡെവലപ്മെന്റ് ആണോ? അതായത് ഈ ആദ്യ കാലഘട്ടങ്ങളിൽ ക്യാപിറ്റലിസം ഡെവലപ്പ് ആവുന്നു, മോഡേൺ സയൻസ് 18ാം നൂറ്റാണ്ട് സയൻസ് ഡെവലപ്പ് ആവുന്നു, ടെക്നോളജി ഡെവലപ്പ് ആവുന്നു. അതേ കൂടി തന്നെ റാഡിക്കൽ ചേഞ്ചസിൽ നോക്കുമ്പോൾ നമ്മൾ വരുന്നത് റീപ്ലേസിംഗ് ആണ്. ക്യാപിറ്റലിസം, അതായത് നമ്മളുടെ മുതലാളിത്വത്തെ ജോലിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ അവർ മാറ്റുന്നു, പ്രയോറിറ്റൈസ് ചെയ്യുന്നു, ഏതൊക്കെയാണ് അവർക്ക് സോഷ്യലിൽ ആവശ്യമുള്ളതെന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ടെക്നോളജിക്കലും എക്കണോമിക് ഡെവലപ്മെന്റ് കൊടുക്കുന്നു. അതായത് ഗ്രാസ് റൂട്ട് ഡെമോക്രസിന്റെ ഗ്രോത്ത് ആണ് അവിടെ പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പോ 20ാമത്തെ നൂറ്റാണ്ടായപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് എൻവയറമെന്റൽ ഗ്രൂപ്പ്സ് എല്ലാ വേൾഡിലും മുഴുവനും കണ്ടു തുടങ്ങി. അതിന്റെ 6 ഫീച്ചേഴ്സ് ആയിട്ടാണ് വരുന്നത്. 6 ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ആദ്യം അവർ ലോക്കൽ പീപ്പിളിനെ ഡിഫൻസ് ആയിട്ട് മൊബിലൈസ് ചെയ്യും. അതായത് വലിയ വലിയ ബിസിനസ്സുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്. നമ്മളിവിടെ തൃശ്ശൂരിലുണ്ടായിരുന്നു, പെപ്സി കോള വരാൻ പാടില്ല, ഫാക്ടറി ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള ലെവലിൽ ആ ലോക്കൽ മൊബിലൈസേഷൻ ആണ് വരുന്നത്. പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് റൂറൽ ബേസ്ഡ് ആയിട്ടുള്ള എൻവയറമെന്റൽ ഗ്രൂപ്പ്സ് ഉണ്ടാക്കുന്നു. മൂന്നാമത് നോക്കുമ്പോൾ സ്ത്രീകള് ഈ മാതിരിയുള്ള എല്ലാ മൂവ്മെന്റ്സിലും സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ, സ്ത്രീകളുടെ സാന്നിധ്യം വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതേമാതിരി തന്നെ നാലാമതായിട്ട് പറയുകയാണെങ്കിൽ ഒരു വളരെ ചെറിയതായ കൺസർവേഷൻ അജണ്ട എന്ന് പറയും. അതിന് ബ്രോഡർ ലെവലില് സോഷ്യോ എക്കണോമിക്കോ പൊളിറ്റിക്കൽ കൺസേണിലോ വേണ്ടി കൊണ്ടുവരിക. അഞ്ചാമതായിട്ട് വരുമ്പോൾ എൻവയറമെന്റൽ ഗ്രൂപ്പ്സിന് സക്സീഡ് ചെയ്യാനും ഡെമോക്രാറ്റിക്കും അല്ലെങ്കിൽ അതിന്റെ പൊളിറ്റിക്കലായിട്ട്, രാഷ്ട്രീയമായിട്ട് അവന്യൂസിലേക്ക് അതിനെ കൊണ്ടുവരിക. ആറാമതായിട്ട് വരുന്നത് ഈ എൻവയറമെന്റൽ ഗ്രൂപ്പ്സ് ഒക്കെ അലൈൻ ചെയ്തെടുക്കുന്നത് ഫോറിൻ എൻവയറമെന്റൽ ഗ്രൂപ്പ്സിന്റെ കൂടെയാണ്. അപ്പോ അങ്ങനെയാണ് അത് കൊണ്ടുവന്നത്. ഈ മൂവ്മെന്റ്സ് പ്രത്യേകമായിട്ട് ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റില്, നമ്മളുടെ ഈ ലെസൺ ഇതാണല്ലോ, ആ 8 സ്റ്റേറ്റിൽ വന്നിട്ടുള്ള എൻവയറമെന്റൽ മൂവ്മെന്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ പറയുമ്പോഴത്തേക്കും ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് വരുന്നത് ഒരു മൂവ്മെന്റ്സ് ഡാം ഒക്കെ കെട്ടുമ്പോൾ, അതായത് വലിയ വലിയ ഡാമുകൾ കെട്ടുമ്പോൾ എത്രത്തോളം എൻവയറമെന്റൽ ഡീഗ്രഡേഷൻ വരും, പിന്നെ ഡിഫോറസ്റ്റേഷൻ എത്ര വരും, പൊല്യൂഷൻ എത്ര വരും എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ഇവിടെ മൂവ്മെന്റ്സിന്റെ കേപ്പബിലിറ്റിയും പ്രിവെൻഷൻ എത്രത്തോളം ചെയ്യാൻ പറ്റും, ഡിലേ ചെയ്തിട്ട് പ്രപ്പോസ്ഡ് ആയിട്ടുള്ള ഡാം വേണോ വേണ്ടയോ, അങ്ങനത്തെ പ്ലാൻസ് ഒക്കെയാണ് പ്ലാൻ ചെയ്തത്. അതിന്റെ കൂടെ ഇൻ അഡീഷൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ അകത്ത് തന്നെ ഇന്റർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വേണമെങ്കിൽ വെക്കുക. അതായത് സ്ഥലത്ത് തന്നെ അവരുടെ ജീവിത രീതിനെയും അവരുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെയും പുരോഗതിനെയും
എതിർക്കുന്ന വിധത്തിലുള്ള അങ്ങനത്തെ ഒരു പരിപാടിയാണോ എന്നുള്ളതും അവർ ചെക്ക് ചെയ്യുന്നു. പിന്നെ ഈ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള എൻവയറമെന്റൽ മൂവ്മെന്റ്സ് ഒക്കെ നോൺ ഗവൺമെന്റൽ ആണ്, ഗവൺമെന്റിന്റെ അല്ല, നോൺ ഗവൺമെന്റൽ ആണ്. പിന്നെ നമ്മൾ ഇന്നലെ പഠിച്ചു സ്റ്റുഡന്റ് മൂവ്മെന്റ്സ് ഉണ്ട്, യൂത്ത് ഓർഗനൈസേഷൻസ് ഉണ്ട്, സിവിൽ സൊസൈറ്റി ഉണ്ട്, ലേഡീസിന്റെയും വിമന്റെയും പ്രസൻസ് നമ്മൾ ഇന്നലെ പരാമർശിച്ചു കഴിഞ്ഞിരുന്നു. ഇനി ഇതിന് ഓരോ സ്റ്റേറ്റിലും എൻവയറമെന്റൽ മൂവ്മെന്റ്സിൽ ഓരോ സ്റ്റേറ്റിലും പ്രത്യേകമാണ് നമ്മൾ എടുത്ത് പരാമർശിക്കാൻ പോകുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസ് ആണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ ബ്രഹ്മപുത്ര റിവറും ബറാക്ക് റിവറും ഒക്കെ ഈ പുഴകൾ ഒഴുകുന്ന ആ ഭാഗത്ത് ഒരു ഫ്ലോറ ആൻഡ് ഫോണയുടെ ഡെപ്പോസിറ്റ് തരും. അപ്പൊ അങ്ങനെ അത് മാത്രമല്ല, അതിന്റെ കൂടെ പല വിധത്തിലുള്ള റേഷ്യൽ ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സ്പീഷീസ് ഉണ്ട്. പിന്നെ കൂടെ പറയുകയാണെങ്കിൽ പല വിധത്തിലുള്ള ട്രൈബ് ഉണ്ട്. ട്രൈബ് എൻവയറമെന്റൽ എത്തോസിൽ കൂടെ പ്രസന്റ് ചെയ്ത് പോകുന്നുണ്ട്. ലോക്കൽ ട്രൈബ് ഉണ്ട് പ്രൊട്ടക്ട് ചെയ്യാനും അതേമാതിരി തന്നെ കൺസർവേഷൻ ചെയ്യാനും ഫോറസ്റ്റിന്. ഇവരുടെ ആറ്റിറ്റ്യൂഡ് വരുമ്പോൾ സ്റ്റേറ്റ് പോളിസികൾ നോക്കുമ്പോൾ ഗ്രാജുവൽ ആയിട്ട് ട്രഡീഷൻ എന്താ ഇറോഷൻ എന്ന് പറയും, അതായത് ഒലിച്ചു പോവുക. ട്രഡീഷണൽ മെത്തേഡ് കൺസർവേഷൻ അവരെങ്ങനെയാണോ അതിനെ പ്രൊട്ടക്ട് ചെയ്തിരുന്നത് അതിങ്ങനെ ഒലിച്ചു പോകുന്നതിന്റെ ഒരു സംരംഭം. അതേമാതിരി തന്നെ ഈ റീജിയനിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് നാച്ചുറൽ റിസോഴ്സസിനെ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തെടുക്കുക. മാസീവ് ആയിട്ടുള്ള ട്രാൻസ് ബോർഡർ മൈഗ്രേഷൻ, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതിനാണ് മൈഗ്രേഷൻ എന്ന് പറയാ. പിന്നെ പ്ലാന്റേഷൻ ഇൻഡസ്ട്രി, ഭയങ്കരമായിട്ട് പ്ലാന്റേഷൻ ഇൻഡസ്ട്രീസ് വന്നു. ഇതിന് കൂടാതെ ഈ നോർത്ത് ഈസ്റ്റില് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് വരുന്നുണ്ട്, ഡിവാസ്റ്റേഷൻ എന്ന് പറയും. അതായത് മരങ്ങളൊക്കെ മുറിക്കുക അല്ലെങ്കിൽ മാറ്റുക, നെഗ്ലക്റ്റഡ് ഏരിയ. അപ്പൊ ഇവിടെയാണ് നമ്മൾ കാണുന്നത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഓർഡർ കൊണ്ടുവന്നിട്ട് അവർ ഒരുപാട് ആ ഭാഗങ്ങളിൽ ഖനികളുണ്ട്. അപ്പോ ഖനി എന്ന് വെച്ചാൽ മണ്ണിന്റെ അടിയിലുള്ള ഖനിയാണ്. കോൾ മൈൻസ് ഉണ്ട്. ആ കോൾ മൈൻസ് നിന്ന് ഏറെ പൊല്യൂട്ട് ആവുന്നുണ്ടോ, വാട്ടർ ബോഡീസ് അവിടെ കൊപ്പിളി വാലിയില് വരുന്നതും അവർ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പൊ നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിലുള്ള ചെറിയ ചെറിയ കലാപങ്ങളും അവരുടെ വംശ കോൺഫ്ലിക്ട്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ കാരണങ്ങൾ അവര് വരുന്നത്, ഇത് വരാനുള്ള കാരണങ്ങൾ അവരുടെ കൺസ്ട്രക്ഷൻസ് ആണ്. വലിയ വലിയ ഡാം കെട്ടുക, ഹൈവേ കെട്ടുക, അതേമാതിരി ഇന്റേണൽ ആയിട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ ലോക്കൽ പോപ്പുലേഷൻ വരും. അപ്പോ നമുക്ക് ഈ സബൻഗിരി പ്രോജക്റ്റ് എന്നൊന്ന് അരുണാചൽ പ്രദേശിലുണ്ട്, തിബുക എന്നുള്ള ഒരു പ്രോജക്റ്റ് മണിപ്പൂരിലുണ്ട്, പലകടിയ ആസാമിലുണ്ട്. പല വിധത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉന്നയിക്കുന്നത്. സസ്റ്റൈനബിലിറ്റി, അതേമാതിരി വളരെ കൂടുതലുള്ള ബയോഡൈവേഴ്സിറ്റി, ഇതൊക്കെ വരുമ്പോഴത്തേക്കും എൻവയറമെന്റൽ ഇഷ്യൂസ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയില് കൂടുതലായിട്ട് വരുന്നു. ഇനി നമ്മൾ അതിനെപ്പറ്റി ഓരോരോ സ്റ്റേറ്റില് 8 സ്റ്റേറ്റ് ആണ് ഉള്ളത്, അതിൽ നിന്ന് ഓരോരോ സ്റ്റേറ്റിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങളായിരിക്കും നമ്മൾ പരാമർശിക്കുക. നമ്മൾ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നത് അരുണാചൽ പ്രദേശാണ്. അപ്പൊ അരുണാചൽ പ്രദേശില് ഡെൻസ് ഫോറസ്റ്റ്, ഒരുപാട് ഫോറസ്റ്റ് ഉണ്ട്. അതേമാതിരി ഭയങ്കരമായിട്ടുള്ള സ്പീഷീസ്, പ്ലാന്റ് സ്പീഷീസ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്. ഇവരുടെ ജീവിത മാർഗം തന്നെ വളരെ അടുത്ത് അല്ലെങ്കിൽ വളരെ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് കാട്ടിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സസിനെ വെച്ചാണ്. അപ്പോ ആന്ധ്രാപ്രദേശിലെ അരുണാചൽ പ്രദേശിലെ ഫോറസ്റ്റിലേക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഏത് വിധത്തിലാന്ന് വെച്ചാൽ ട്രോപ്പിക്കൽ ഗ്രീൻ, സെമി എവർഗ്രീൻ, DCDS, പൈൻ, ടെമ്പറേറ്റ്, ആൽപൈൻ ആൻഡ് ഗ്രാസ് ലാൻഡ് ആൻഡ് അതേഴ്സ്. ഇങ്ങനെ അവിടുത്തെ ഫോറസ്റ്റിന്റെ മരങ്ങളുടെയൊക്കെ നേച്ചർ അനുസരിച്ചിട്ടാണ് ഈ ഡിവിഷൻസ് വരുന്നത്. ഇവിടെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉണ്ട്, പല വിധത്തിലുള്ള കോണിഫറസ് ഉണ്ട്, ബാംബു ഉണ്ട്, കെയിൻസ് ഉണ്ട്, പല വിധത്തിലുള്ള ഓർക്കിഡ്സ് ഉണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവന്യൂ ആണ്, അവരുടെ ജീവിതമാർഗം, എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ടുള്ള സാധാരണക്കാരുടെ അവന്യൂ ആണ്, അല്ലെങ്കിൽ അവർക്ക് ജോലി എടുക്കാൻ പറ്റുന്ന ഏരിയകൾ. അപ്പൊ അങ്ങനെയാണ് അവർ റിസോഴ്സസ് ജനറേഷൻ സ്റ്റേറ്റിന് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. 1996
സുപ്രീം കോടതി ഒരു ഓർഡർ പാസ്സാക്കി. അതായത് മരങ്ങൾ മുറിക്കുക, അതിനെ അതിനുശേഷം അതിനെ ഡയറക്റ്റീവ് കൊണ്ടുവരുന്ന എഗെയിൻസ്റ്റ് ആയിട്ടാണ്, മരങ്ങൾ മുറിക്കുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വന്നത്. അത് കൂടാണ്ട് പിന്നെ ഒരു ഡിറക്ഷൻ വരുന്നു, മുറിച്ച സ്ഥലത്തൊക്കെ വലിയ വലിയ ട്രീസിനെ പ്ലാന്റ് ചെയ്യണം, അതായത് അതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഈ എൻവയറമെന്റൽ ഡിഗ്രഡേഷന് എക്കണോമിക് റീസൺസ്, പല വിധത്തിലുള്ള എക്കണോമിക് റീസൺസ് ഉണ്ട്, പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ട്, അർബനൈസേഷൻ ഉണ്ട്, അപ്പൊ എനർജി യൂസ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. അപ്പോ ഇങ്ങനെ വരുമ്പോൾ ഇവരുടെ സെൻട്രൽ എലിമെന്റ്സിൽ വളരെ വിധമായിട്ടുള്ള റിഗാർഡ് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കാണാൻ പറ്റുന്നത് ഹൈഡ്രോ പവർ ടെക്നിക്കൽ പൊട്ടൻഷ്യൽ ആയിട്ട് കാണുന്നുണ്ട് അരുണാചൽ പ്രദേശിലെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട്. അപ്പൊ ഈ ഗവൺമെന്റിന്റെ ഡിസിഷൻ 168 മെഗാ ഡാംസ് അവരുടെ ടാപ്പ് ചെയ്യാൻ, അതായത് ഹൈഡ്രോ എനർജി, ഒരുപാട് പുഴകളുണ്ടല്ലോ, വലിയ വലിയ പുഴകളുണ്ട്. അപ്പൊ ഹൈഡ്രോ എനർജി സേവ് ചെയ്യാനായിട്ട്, ടാപ്പ് ചെയ്യാനായിട്ട് ഈ പ്രോജക്ട്സ് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചു. അപ്പോൾ ഇതിനെ തന്നെ ജനറൽ ആയിട്ട് വരുമ്പോഴത്തേക്ക് മേഗാ ഡാംസ് ആണ്, വലിയ വലിയ ഡാംസ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും ഒരു മൂവ്മെന്റ്, പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് സിയാങ് ഡാം പ്രോജക്റ്റിനെ പറ്റി. സിയാങ് പീപ്പിൾസിന്റെ ഫോറത്തിൽ ലോവർ സിയാങ് ഡാം എന്ന് പറഞ്ഞ എഫക്ട് ചെയ്തു. അവര് അപ്പീൽ ചെയ്തു സെൻട്രൽ ഗവൺമെന്റിന് എല്ലാവിധമായ കൺസ്ട്രക്ഷൻ, ഡാം കൺസ്ട്രക്ഷൻ അവര് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അവർ മെമ്മോറാണ്ടം കൊടുത്തു. മിനിസ്റ്റർ ഓഫ് എൻവയറമെന്റും ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന് കൊടുക്കുകയും എന്നിട്ട് ഡാംസിന്റെ കൺസ്ട്രക്ഷനെ കുറച്ച് ദിവസം ഹോൾട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ അരുണാചൽ പ്രദേശ് ചെറിയ ഡാംസിന് എഗൻസ്റ്റ് അല്ല, പക്ഷെ വലിയ മാസീവ് ആയിട്ടുള്ള വലിയ ഡാംസ് വരുമ്പോഴാണ് അവര് അതിനെ ഒപ്പോസ് ചെയ്യുന്നത്. അതിന്റെ കാരണം അവരുടെ ജീവിതമാർഗവും ജീവിതം സ്ഥാനങ്ങളും ഒക്കെ അവര് അടഞ്ഞു പോവും. അതുകൊണ്ടാണ് അവരെ ഒപ്പോസ് ചെയ്യുന്നത്. ഈ കൺസ്ട്രക്ഷൻസ് ബാക്കി മാത്രമല്ല, ഇവരുടെ അഗ്രികൾച്ചർ ലാൻഡ്സിനെ അവരുടെ ഡിസ്ട്രോയ് അഗ്രികൾച്ചർ ലാൻഡ്സിലേക്ക് ഫ്ലഡ്സ് വരും. അതേമാതിരി ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്ന ഫ്ലോറ ആൻഡ് ഫോണ സെന്റർ സിയാങ് ബെൽറ്റിലുണ്ട്. മാത്രമല്ല ആയിരക്കണക്കിന് ആൾക്കാർക്കാണ് ഡിസ്ലൊക്കേഷൻ വരിക, മാറി താമസിക്കേണ്ടി വരിക. അപ്പോൾ ട്രൈബൽ ആൾക്കാർക്ക് ട്രഡീഷണൽ ആയിട്ട് അവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഹണ്ടിങ്, അതേമാതിരി കൾച്ചർ, ട്രഡീഷണൽ പ്രാക്ടീസ് ഒക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഡാം പ്രോജക്ട്സ് സിയാങ് വാലിയില് വളരെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് ഓർഗനൈസേഷനും സിയാങ് ഡയലോഗും സിയാങ് ബച്ചാവോ ആന്തോളൻ എന്ന് വെച്ചാൽ സ്ട്രൈക്ക്, നൈക്ക ബച്ചാവോ ഫോറം, ഇതൊക്കെ ഉണ്ടാക്കി. അപ്പൊ ഇങ്ങനത്തെ സ്മോളർ ഓർഗനൈസേഷൻസിൽ കൂടെ സേവ് മൂൺ റീജിയൻ ഫെഡറേഷൻ, കമങ് തവാങ്, ഇതിലൊക്കെ അവർ ഇൻവോൾവ് ചെയ്യുന്നത് ഡാംസ് റിസോൾവ് ചെയ്തിട്ട് അരുണാചൽ പ്രദേശില് ഉണ്ടാക്കുകയായിരുന്നു. ഇനി നമുക്ക് അടുത്ത സ്റ്റേറ്റ് ആയിട്ട് പരാമർശിക്കാൻ പോകുന്നത് ആസാമിനെ പറ്റി. ആസാമിനും വേരിയസ് ആയിട്ടുള്ള ഹൈഡ്രോ പ്രോജക്ട്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയും, അപ്പൊ ആ കാലഘട്ടത്തില് ഇന്നലെ കണ്ടമാതിരി സ്റ്റുഡന്റ് സിവിൽ സൊസൈറ്റി, ഓൾ ആസാം സ്റ്റുഡൻസ് ഇതിനെ പീപ്പിൾസ് മൂവ്മെന്റ് ഫോർ സബൻസിരി വാലി എന്ന് പറയും, കൃഷിമുഖി സംഗ്രാം സമിതി, താക്കം മിഷ്യാങ് പോറൻ കബാങ്, ഇങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്തു ഈ ലോവർ സബൻസിരി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിനെ ഈ പറഞ്ഞ മൂവ്മെന്റ്സ് ഒക്കെ ഒപ്പോസ് ചെയ്തു. ഈ ഓർഗനൈസേഷൻസിന് ഡിമാൻഡ് എന്ന് വെച്ചാൽ എൻവയറമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് ആണ്. അതുകൂടാണ്ട് ഇവര് ഈ ലോക്കൽ പോപ്പുലേഷനിലും എക്കോളജിയിലും അവര് നെസസറി ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് പ്രൊവിഷൻസ് കൊണ്ടുവരാനും ലാർജ് ആയിട്ടുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ് കൊണ്ടുവരാനുമായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. ഇതിനെ ക്രിറ്റിസിസം പറയുമ്പോൾ ഈ സ്ട്രക്ചറൽ ഡിസൈൻ, ഡാമിന്റെ സ്ട്രക്ചറൽ ഡിസൈൻ വരുമ്പോഴത്തേക്കും ഈ ഏരിയ എർത്ത് ക്വേക്ക്, അതായത് ഭൂമികുലുക്കത്തിൽ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് അവരവിടെ പ്രൊജക്ട് ചെയ്യുന്നത്. ഇതിന് പാരാമീറ്റേഴ്സ് നോക്കുമ്പോൾ ഡാം കൊളാപ്സ് ആകും, ഭൂമികുലുക്കം വരാൻ സാധ്യതയുള്ള സ്ഥലമാണ്. 8.5% ഇന്റൻസിറ്റി ഉണ്ട് ആ റീജിയനിൽ. അതുകൊണ്ടും മാസീവ് ആയിട്ടുള്ള ഫ്ലഡ് ഉള്ളതുകൊണ്ടും അതേമാതിരി ഡൗൺ സ്ട്രീംസ് പുഴകൾ താഴോട്ട് വരുന്നതുകൊണ്ടും പ്രോജക്റ്റ് ഇങ്ങനത്തെ പ്രോജക്റ്റ് ഇന്റേണൽ
സ്ഥലത്തിന്റെ അകത്ത് തന്നെയുള്ള ഡിസ്ലൊക്കേഷൻ വരുമെന്ന് പറയുന്നു. അപ്പോൾ ആസാം ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് ഫ്ലഡിംഗ് ആണ്. ബ്രഹ്മപുത്ര റിവറും അതിന്റെ ട്രിബ്യൂട്ടറീസും വരുന്ന ഫ്ലഡിംഗ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കണ്ട 2018 കണ്ട മാതിരിയുള്ള വെള്ളപ്പൊക്കം, ആ ഫ്ലഡിങ് അല്ലെങ്കിൽ സോയിൽ ഇറോഷൻ, അതേമാതിരി മണ്ണൊലിപ്പ്, അതും അവർ ഫേസ് ചെയ്തിരുന്നു. അപ്പൊ ഈ പീപ്പിൾ, അതായത് രാമയ്യ എന്നുള്ള ട്രൈബിലുള്ളവര് പെറ്റീഷൻസ് ഒക്കെ കൊടുത്തു ഗവൺമെന്റിന്, ഫ്ലഡ് സ്റ്റോപ്പ് ചെയ്യാനും മണ്ണൊലിപ്പ് നിർത്താനും ഒക്കെ ആയിട്ട്. ഈ വോളണ്ടറി ഓർഗനൈസേഷൻ ഫോം ചെയ്ത് റമീരിയ ഖമനിയ ഓബൻ മത്തോറി സമിതി, അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യുകയും അതിന്റെ കൂടെ തന്നെ ലോക്കലായിട്ട് വരുന്ന കാര്യങ്ങൾ ഫാം കോർഡിനേഷൻസ് കമ്മിറ്റി ഉണ്ടാക്കി. അതായത് പുതിയതായിട്ട് വരുന്ന യൂത്തിന് സഹായം കിട്ടണം എന്നുള്ളതാണ്. ഇതില് മൊബിലൈസേഷൻ അവരെടുക്കുന്നത് ലോക്കൽ റിസോഴ്സസ്, അതേമാതിരി തന്നെ വാട്ടർ വില്ലേജുകളെ എത്താണ്ടും ഇറോഷൻ വരാണ്ടും നോക്കണം എന്നാണ് അവർ പറയുന്നത്. റമേരിയ എന്ന് പറഞ്ഞത് അവിടുത്തെ ആൾക്കാര് ഓയിൽ ഇന്ത്യയിൽ സോൾവ് ചെയ്യാനും ഇറോഷനും ഫ്ലഡിങ്ങും നിർത്താനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നമുക്ക് ആസാമിൽ കാണുന്നത് കോൾ മൈനിങ് ആണ്. കൽക്കരികൾ പല ഖനികൾ ഉണ്ട്. അവര് AASUവും പലവിധമായ സ്റ്റുഡന്റ് സയൻസ് സൊസൈറ്റി കോൾ മൈനിങ്, കോൾ ഇന്ത്യ, മഹാരിയ, മക്കും, ലഡാക്ക റീജിയനിലാണ് കൂടുതലായിട്ട് കാണുന്നത്. അവിടെ മൈഗ്രേഷൻ വരും, അതായത് പുറത്തുനിന്ന് നോൺ ട്രൈബൽ ആൾക്കാർ അവിടെ മൈഗ്രേഷൻ വരും. ഈ മൈഗ്രേഷനിൽ വരുന്ന ഇൻക്രീസ് അവരുടെ ജനറൽ ഫീലിംഗ് ലോക്കൽ ആയിട്ടുള്ളവർക്കുള്ള ജോലി പോകും. പിന്നെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന മുഴുവൻ ടീ പ്ലാന്റേഷൻസിനാണ് അതും ഗ്രോയിങ് ട്രിബ്യൂൺ, എന്താ പറയാ, ഈ ആദിവാസികൾക്കുള്ള പ്രശ്നങ്ങൾ വരും എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. ഇതിന്റെ ഇന്റൻസിറ്റി സെക്യൂരിറ്റി വെച്ച് നോക്കുമ്പോൾ തെർപ്പ ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ ഒന്ന് ഫോം ചെയ്ത് അവര് ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ വഴി ഇവര് ഗവൺമെന്റ് എൻവയറമെന്റ് ഡീഗ്രഡേഷൻ ഉണ്ടാക്കുകയാണ്. അപ്പോ ഈ താറ്റ്പ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള സപ്പോർട്ട് ചെയ്യുന്നത് ലിയോ ഓപ്പൺ കാസ്റ്റ് മൈനിങ് എന്നുള്ള കമ്മിറ്റിയും, അതേമാതിരി പട്കോറി പഹാർ പീപ്പിൾ പ്രൊട്ടക്ഷൻ കമ്മിറ്റി PPPPC, ഇവരെല്ലാം കൂടെ ഓൾ സഭ ആസാം ട്രിബ്യൂണൽ സംഘം, ട്രൈബൽ സ്റ്റുഡൻസ് യൂണിയൻ ഫെഡറേഷൻ, ആസാം ലീഡോ, സൊനാലി പത്താർ എൻഗേജ് ചെയ്ത് ഓപ്പൺ കാസ്റ്റിംഗ് മൈനിങ് ഇൻ ആസാം, അതാണ് ഇതിൽ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇപ്പൊ ഇവിടെ വരുന്നത് നമ്പർ ഓഫ് എത്രത്തോളം നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് NGOs ആണ് ഇതിന്റെ സെന്റർ ഓഫ് എൻവയറമെന്റ് എഡ്യൂക്കേഷനെ പറ്റി എടുക്കുകയും അരണ്യക്ക്, നേച്ചേഴ്സ് ബെക്കോൺ, സൊസൈറ്റി ഫോർ എൻവയറമെന്റൽ എഡ്യൂക്കേഷൻ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയില് വളരെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള, വളരെ നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ നടത്തി വരുന്നുണ്ട്. ഇനി നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് മണിപ്പൂരിലാണ്. മണിപ്പൂരിനെ നമ്മൾ സാധാരണ പറയും ബൊട്ടാനിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയും. അത്രയും അവിടെ 249 ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് ഓർക്കിഡ്സ് ഉണ്ട്, 200 സ്പീഷീസ് ഓഫ് ഗ്രാസ് ഉണ്ട്, പല വിധത്തിലുള്ള പുല്ലുകളുണ്ട്, 168 സ്പീഷീസ് ഓഫ് ലെഗുമിനോയ്സ് ഉണ്ട്. മണിപ്പൂരിൽ നമ്മൾ 2601 സ്പീഷീസ് വേരിയസ് കാറ്റഗറീസ് ഓഫ് ഫോണൽ ബയോഡൈവേഴ്സിറ്റി കാണാൻ പറ്റും, 1161 ജനറ കാണാൻ പറ്റും, 368 ഫാമിലീസ്, അതായത് 5 സയൻസിന്റെ ഏരിയകൾ വരുന്നവരും 1232 സ്പീഷീസ് ഓഫ് അവീസ് കാണാൻ പറ്റും. അപ്പോ മണിപ്പൂരിലുള്ളവരുടെ ഡെയിലി സബ്സ്റ്റൻസ് പറഞ്ഞാൽ ഈ ലോക്കൽ എൻവയറമെന്റ്സിന് ശ്രദ്ധിക്കുക, അതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്യാണ്, അതവരുടെ ഫുഡ്. ഈ പ്രോബ്ലംസ് മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഡീഫോറസ്റ്റേഷൻ, അതിന്റെ ജുഹും കൾട്ടിവേഷൻ കാരണമും, ഹൈവേസിൽ വരെയും മേഘ ഡെവലപ്മെന്റ് പ്രോജക്ട്സ് കാരണം ലാൻഡ് സ്ലൈഡ്, മണ്ണിടിപ്പ്, ഇറോഷൻ, ഫ്ലഡ്, ഇതൊക്കെ കാരണം ഭയങ്കരമായിട്ട് ഫോറസ്റ്റ് നഷ്ടപ്പെടാൻ തുടങ്ങി. ഹൈവേ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് 47 സ്പോൺസേർഡ് പ്രോഗ്രാംസ് കൊണ്ടുവരികയും
ട്രാൻസ്-ഏഷ്യൻ റെയിൽവേ കൊണ്ടുവരും. അപ്പോ ഈ വില്ലേജസ് എല്ലാം ഇതിന്റെ സൈഡിൽ കൂടെ പ്രപ്പോസ് ചെയ്തിട്ടുള്ള കൺസ്ട്രക്ഷൻ ഹൈവേയിൽ കൂടെ പോരുമ്പോ അവരുടെ സ്ഥലമാണ് പോകുന്നത്, അവരുടെ വീട് താമസ സ്ഥലങ്ങളാണ് പോകുന്നത്. അപ്പൊ ലോക്കൽ ആക്ഷൻ കമ്മിറ്റി ഫോം ചെയ്തു. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് 2014 അവര് ആപ്ലിക്കേഷൻ കൊടുത്തു. അപ്പൊ ഇംഫാലും ഒക്കേഷൻ ഓഫ് സാങ്കായി ഫെസ്റ്റിവലിന്റെ സമയത്താണ് നരേന്ദ്രമോദി അവിടെ പോകുന്നതും. അതിന്റെ കൂടെ നാഷണൽ ഹൈവേ, റെയിൽവേ പ്രോജക്ട്സ്, മേഘ ഡെവലപ്മെന്റ് പ്രോജക്ട്സ്, മേത്തപാൽ ഡാം ഇതൊക്കെ എടുക്കുകയാണ്. അപ്പൊ ഇറ്റ് കോസ്റ്റ് എന്താ പറയാ, നമ്മൾക്ക് കൂടുതലായിട്ട് എൻവയറമെന്റൽ ഡിഗ്രഡേഷൻ ഉണ്ടാകുന്നുള്ളത് അവർക്കറിയാം. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ആക്ടിവിറ്റീസ്, അതായത് എൻവയറമെന്റൽ ആക്ടിവിറ്റീസ് കാരണം ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വരുന്നു, അവരൊക്കെ അതിൽ ഇൻവോൾവ് ആകുകയും സെന്റർ റിസർച്ച് ആൻഡ് അഡ്വക്കേസി കൊണ്ടുവരുന്നു മണിപ്പൂരിൽ. അതേമാതിരി തംക ഡാം പ്രോജക്ട്, അതായത് ബറാക് റിവറിന്റെ എഗെയിൻസ്റ്റ് വരുന്ന ആ ഡാമിനെ പറ്റി ഭയങ്കരമായിട്ട് ക്രിറ്റിസിസം വരുന്നു. അത് ബിൽഡ് ചെയ്താൽ നെഗറ്റീവ് ഇമ്പാക്ട് വരുന്ന അവരെ എടുത്തു പറയുകയും സോഷ്യൽ ആക്ഷൻ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ 2014 വരുന്നു. അത് ഉണ്ടാക്കുന്ന ഇതിന്റെ ഉദ്ദേശം എന്ന പ്രൊട്ടക്ഷൻ ആണ്, പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് കൺസ്ട്രക്ഷൻ ഓഫ് തൈപൂർ ഡാം എന്നാണ്. ഹിന്ദുവിലൊക്കെ വന്നിട്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ ഓൾ ലോക്സഭ ഫിഷർമാൻ യൂണിയൻ അവരും അഫക്റ്റഡ് ഏരിയയിൽ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി മേഗാ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സിനെ പറ്റി എതിർക്കാൻ തുടങ്ങി. അപ്പോ ഈ എൻവയറമെന്റൽ ഇഷ്യൂസ്, മേപ്പാത്തൽ ഡാം അത് അഫക്ട് ആവുന്നത് വില്ലേജ് ഓർഗനൈസേഷൻസ് ആണ്. മേപ്പാത്തൽ ഡാം അഫക്ട് ചെയ്യുന്നത് ചിങ്താങ് എന്നുള്ള വാലിയും ഓർഗനൈസേഷൻസ് ആയ MDACTO ഒർക്കല്ല് അവർ ഫോം ചെയ്യുന്നു. കൺസ്ട്രക്ഷൻ കൺസേൺസ് എടുക്കുന്നു പീപ്പിളെ പറ്റിയും. മേപ്പാൽ ഡാം വേണമെന്ന്. ഓയിൽ ഡ്രില്ലിംഗ്, മണിപ്പൂരിലുള്ള ഓയിൽ ഡ്രില്ലിങ്ങും കണ്ടേഷ്യസ് ആയിട്ടുള്ള എൻവയറമെന്റിനെ പറ്റി പറയുകയും ചെയ്യുന്നു. ഇതിൽ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത് 1500 ട്രില്യൺ ക്യൂബിക് ഫീറ്റ് ഓഫ് ഓയിൽ ആണ് വരുന്നത്. ഈ മണിപ്പൂർ ഓയിൽ റിസോഴ്സസ് ബാക്കിയുള്ള കൺട്രികളെ അട്രാക്ഷൻ ചെയ്യാൻ തുടങ്ങി. നെതർലാൻഡ് മാതിരിയുള്ള കൺട്രികൾക്ക് അട്രാക്ഷൻ ചെയ്യാൻ തുടങ്ങി. അതിന്റെ ഇൻഡസ്ട്രി തന്നെ ജൂബിലിയന്റ് ഓയിൽ എന്ന് പറയും. അപ്പൊ ഈ ഓയിലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക, അതിന്റെ കോസ്റ്റ്, അവിടുത്തെ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന വളരെ ഫേസ് ആയിട്ടുള്ള, വളരെ ഗവൺമെന്റ് സ്റ്റിഫ് ആയിട്ടുള്ള ഓപ്പോസിഷൻ, അതായത് ലോക്കൽ ആൾക്കാരുടെ കയ്യിൽ നിന്ന് അവർക്ക് അത് ഫേസ് ചെയ്യേണ്ടി വരുന്നു. ഇനി അടുത്ത് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് മേഘാലയയെ പറ്റിയാണ്. മേഘാലയയിലെ എൻവയറമെന്റ് പ്രോബ്ലംസ് ഡിഫോറസ്റ്റേഷൻ തന്നെയാണ്. അതുകൂടാണ്ട് മണ്ണൊലിപ്പ്, ബയോഡൈവേഴ്സിറ്റി ലോസ്, വാക്കുകൾ, വെള്ളമൊക്കെ കണ്ടാമിനേഷൻ, കുഴഞ്ഞു പോവുക, സിൽറ്റിംഗ് കാരണം, അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള, അതായത് ഈ പ്രാക്ടീസ് ഷോർട്ട് സർക്കിൾസ് ഓഫ് ജുഹം. മേഘാലയന്റെ വളരെ നാച്ചുറൽ റിസോഴ്സ് ആയ കോള്, കൽക്കരി, ലൈംസ്റ്റോൺ, ഫിറ്റ്സ്പാർ, ക്വാർട്സ്, ഗ്ലാസ് സാൻഡ്, സെലിമേറ്റ്, ക്ലിയോ, ഇതിനൊക്കെ അതിന്റെ കൂടാതെ സേക്രഡ് ആയിട്ടുള്ള ഗ്രോവ്സ് ഉണ്ട്, മാന്തോപ്പുകൾ, അല്ലെങ്കിൽ സേക്രഡ് ഗ്രോവ്സ് എന്ന് പറയും. അതിന് പൊന്തൽ കാടുകൾ പ്രൊട്ടക്ഷൻ ചെയ്യണമെന്ന് അവർ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഈ സേക്രഡ് ആയിട്ടുള്ള പൊന്തൽ കാടുകൾ പ്രിസർവേഷൻ ചെയ്തത് ഈസ്റ്റ് കാസി ഹിൽസിലെ, പർട്ടിക്കുലർലി മവാസി, ചിറാപുഞ്ചി എന്നുള്ള ഏരിയകളിൽ. ഇവിടെ പ്രാക്ടീസ് ചെയ്ത് വരുന്ന കാഷീഷ് അല്ലെങ്കിൽ ഗാറോസ് അല്ലെങ്കിൽ ജനിറ്റാസ് സ്റ്റേറ്റ് ഓഫ് മേഘാലയയിൽ വരുന്നവരും ഇതേമാതിരി സേക്രഡ് ആയിട്ടുള്ള വിശുദ്ധമായിട്ടുള്ള ഫോറസ്റ്റ്, ഇവിടെ നമ്മുടെ എറണാകുളത്തുണ്ടല്ലോ മംഗളവനം, സിറ്റിയുടെ നടുവിൽ തന്നെയാണ്. അപ്പൊ അവിടെ സ്പീഷീസ് ഓഫ് ആനിമൽസിനെയും ബേർഡ്സിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫോറസ്റ്റ് പ്രൊട്ടക്ഷന്റെ മെയിൻ ഉദ്ദേശം തന്നെ ക്ലൈമാറ്റിക് ചേഞ്ചസ് വരാണ്ടിരിക്കാനും സ്പീഷീസ് ആയ പല വിധത്തിലുള്ള പക്ഷിമൃഗാദികൾ പോവാണ്ടിരിക്കാനും, അതിന് നാടിന്റെ ഓക്സിജൻ തരുന്നത്, വേൾഡിലെ ഓക്സിജൻ തരുന്നത് ട്രീസ് ആണ്. അപ്പൊ അതങ്ങനെ മരങ്ങൾ വെട്ടിമാറ്റിയാൽ കൾട്ടിവേഷനും അതുമാതിരി കൃഷിക്കും അത് ബാക്കിയുള്ള ഇതിനുമെല്ലാം അഫക്റ്റ് ആവുന്നുള്ളത് അറിയാം. ഇത് കൂടാണ്ട് മേഘാലയയിലെ മേഘ ഡാം പ്രോജക്റ്റിനെ പറ്റി ഉദ്ദേശം ഉണ്ടായിരുന്നു. അതിന്റെ ഉമഗോട്ട് റിവറിനാണ് ഈ അറ്റൻഷൻ കിട്ടിയത്. അപ്പൊ ഇവിടെ ഓർഗനൈസേഷൻസ് വന്നു. മഹിളാ കോൺഗ്രസും
തമാകു രംഗോളി ജുഹി എന്ന് പറഞ്ഞവരും ഡിമാൻഡ് ചെയ്തത് ഗവൺമെന്റിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ പ്രോജക്റ്റിനെ സ്ക്രാപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ഇവരുടെ ഡിമാൻഡ് ഇങ്ങനത്തെ പല വില്ലേജുകള് ഉമാസർ, തറാങ്, അമുക്കൈ, ദവാക്കി, ഇതിൽ ഇവരുടെ ടൂറിസം ആണ് അവരുടെ ലൈവ്ലിഹുഡ്. അപ്പൊ അത് പോയാൽ അത് പോകും. അതേമാതിരി ലൈം സ്റ്റോൺ മൈനിങ് ഇൻ മേഘാലയയിലുണ്ട്. അതേമാതിരി ജനീറ്റ നാഷണൽ കൗൺസിലുണ്ട്. കൈസിയ ജനീറ്റ കൗൺസിൽ രണ്ടുപേരും ചേർന്ന് ഒപ്പോസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഷെയ്ലും ലൈം സ്റ്റോണും എടുക്കുന്നതിനെ അവരെ എതിർക്കാൻ തുടങ്ങി. കൺസേൺ ചെയ്യുന്നത് ഇല്ലീഗൽ കോൾ മൈനിങ്, ഇല്ലീഗൽ ആയിട്ടുള്ള കോൾ മൈനിങ്ങിനാണ് അവരെ ആക്ടിവിസം എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ ഇല്ലീഗൽ ആയിട്ട് റാറ്റ് ഹോൾ കോൾ മൈനിങ് സ്റ്റേറ്റിൽ ഉണ്ടായിരുന്നു. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് മിസോറത്തെ പറ്റി. മിസോറം ഒരു പോപ്പുലേഷൻ ഇൻക്രീസ് ആയി. പോപ്പുലേഷൻ ഇൻക്രീസ് ആയപ്പോഴത്തേക്കും അവിടെ വെഹിക്കിളിൽ നിന്ന് വരുന്ന പുക, വാഹനത്തിൽ നിന്ന് വരുന്ന പുകകൾ കാരണം അവരുടെ കൾട്ടിവേഷൻ അല്ലെങ്കിൽ അവരുടെ അഗ്രികൾച്ചറിനെ അത് എഫക്ട് ചെയ്തു. ജുഹം കൾട്ടിവേഷൻ ആണ് അവർ ചെയ്തിരുന്നത്. അതേമാതിരി പ്രോപ്പർ ആയിട്ടുള്ള സീവേജ് ഇല്ല, സീവേജ് സിസ്റ്റം ഇല്ല. പിന്നെ ഇവര് സ്ലാഷ് ആൻഡ് ബേൺ മെത്തേഡ്സ് ആണ് റിസൾട്ട് ചെയ്തത്. ഡസ്റ്റ് കോൺസെൻട്രേഷൻ ചെയ്തു, എയർ പൊല്യൂഷൻ നിന്ന്. സ്ലാഷ് ആൻഡ് ബേൺ എന്ന് വെച്ചാല് ഒരു ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞ ശേഷം ആ ഹാർവെസ്റ്റ് ചെയ്ത സ്ഥലത്തെ കത്തിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിനെ തട്ടി എടുക്കുന്നതിനാണ് സ്ലാഷ് ആൻഡ് ബേൺ മെത്തേഡ്. അപ്പോ അടുത്ത കൃഷി തുടങ്ങുന്നതിന് മുമ്പ് അവർ ഇതൊക്കെ കത്തിച്ച് അത് അടിച്ചു മാറ്റിയിട്ടുണ്ടാവും. ഇതിനെ ബയോഡൈവേഴ്സിറ്റിനെയാണ് ഇത് എഫക്റ്റ് ആവുക. അത്രമാത്രമല്ല ആൾക്കാരുടെ ഹെൽത്തിനെയും ഇത് എഫക്റ്റ് ആവും. അപ്പൊ ഇങ്ങനെ ഈ മിസോറത്തില് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന പ്രോഗ്രാംസ് എന്തൊക്കെയാന്ന് വെച്ചാല് ഇതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക, കൺസർവേഷൻ കൊടുക്കുക, ഫോറസ്റ്റിനെ കൺസർവേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ അതിനെ പരിപാലിച്ച് അതിനെ നശിക്കാണ്ടിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഈ ഇന്റൻസിഫിക്കേഷൻ ആയിട്ട് ഫോറസ്റ്റിന്റെ അല്ലെങ്കിൽ മാനേജ്മെന്റ് സ്കീം അവർ കൊണ്ടുവരുന്നു. ഗ്രീൻ മിസോറം പ്രോഗ്രാം കൊണ്ടുവരുന്നു. സ്റ്റേറ്റ് ബാംബു മിഷൻ കൊണ്ടുവരുന്നു. നാഷണൽ അഫോറസ്റ്റേഷൻ പ്രോഗ്രാം കൊണ്ടുവരുന്നു. അങ്ങനെയാണ് മിസോറത്തിലുള്ള കാടുകളെ രക്ഷിക്കാൻ ശ്രമിച്ചത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നാഗാലാൻഡിനെ പറ്റിയാണ്. നാഗാലാൻഡില് എൻവയറമെന്റൽ പ്രോഗ്രാംസ് വന്നത് അവിടെ ആക്സിലറേറ്റ് ചെയ്ത് ഫോറസ്റ്റുകൾ, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസും അർബനൈസേഷനും പറ്റിയാണ്. അപ്പോ ഇവിടെ ചേഞ്ചസ് വരുന്നുണ്ട്, ഡ്രാസ്റ്റിക് ചേഞ്ചസ് വരുന്നത് ആ നിലത്തിന്റെ ഉപയോഗം, ലാൻഡിന്റെ ഉപയോഗം, പിന്നെ ലാൻഡ് എത്രത്തോളം ആ സ്റ്റേറ്റിൽ കവർ ചെയ്തു വരുന്നു എന്നുള്ളതും. അപ്പൊ 1990 മുതൽ ഇവരുടെ ഫോറസ്റ്റ് അല്ലെങ്കിൽ ഇവരുടെ കാടുകളെ ക്ലിയർ ചെയ്ത് ജുഹം കൾട്ടിവേഷൻ ഉണ്ടാക്കുകയും ഫയർവുഡ് ചെയ്തു. അപ്പോ അവിടെ എന്ത് പറ്റി? ആൾക്കാർ പോപ്പുലേഷൻ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും എസ്റ്റേറ്റ്, നമ്മുടെ ഒരു റഫ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പ്രകാരം 82 സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ് ഡിഫോറസ്റ്റേഷൻ ഓരോ പ്രാവശ്യം എടുത്തുകൊണ്ട് വരുന്നത്. അതിന്റെ കൂടെ ഇവർ കൊണ്ടുവന്ന അതർ പ്രോബ്ലംസ് എന്ത് പറയാനായിട്ട്, ക്ലൈമറ്റ് ചേഞ്ച് വ്യത്യാസം വരും. അതായത് നമ്മളുടെ ക്ലൈമറ്റിൽ വ്യത്യാസം വരും, മണ്ണൊലിപ്പ് ഉണ്ടാവും. അതേമാതിരി തന്നെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആണ് നാഗാലാൻഡിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടിരുന്നത്. ഈ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ റിസൾട്ട് ചെയ്യുന്നത് ട്രോപ്പിക്കൽ ഡിഫോറസ്റ്റേഷൻ, ബയോഡൈവേഴ്സിറ്റി, സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ്, ഫ്ലഡ്സ്, വെള്ളപ്പൊക്കം, ലാൻഡ് സ്ലൈഡ്സ്, മണ്ണിടിവ്, ഡൗൺ സ്ട്രീമിൽ, അതായത് ഓരോ പുഴ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ അതിന്റെ വെള്ളത്തിന്റെ കൂടെ സെഡിമെന്റ്സ് കൊണ്ടുവരും. ആ സെഡിമെന്റ്സ് അവിടെ വന്ന് ഡെപ്പോസിറ്റ് ആകുമ്പോൾ സെഡിമെന്റേഷൻ എന്ന് പറയും. പിന്നെ റൺ ഓഫ് സോയിലിന്റെ വെള്ളത്തിൽ കൂടെ ആ ടോപ്പ് സോയിലിന്റെ ഫെർട്ടിലിറ്റി ഒലിച്ചു പോകും. പിന്നെ വാട്ടർ റിസോഴ്സസ് കൂടെ. അപ്പൊ ഇങ്ങനെ വരുമ്പോ ബെറ്റ്സ്വ യൂത്ത് വെൽഫെയർ അസോസിയേഷനും സിയാൻ വെൽഫെയർ സൊസൈറ്റിയും ഗ്രീൻ സക്സഷനും എമർജ് ചെയ്തിട്ട് ഇഷ്യൂസില് എൻവയറമെന്റൽ ഡിഗ്രഡേഷൻ നാഗാലാൻഡിലേക്ക് വരുന്നു. അപ്പോ അവരുടെ വോയിസ് വന്നത്
രണ്ട് വിധത്തിലുമുള്ള ഗവൺമെന്റിന്റെ ക്ലീൻ ഗവൺമെന്റും ഗ്രീൻ എൻവയറമെന്റും, ഇതാണ് അവരുടെ വർക്ക്, ഇതാണ് അവരുടെ ഉദ്ദേശം. ക്ലീൻ ഗവൺമെന്റ്, അതായത് നാഗാലാൻഡിൽ ഒരു നല്ലൊരു ഗവൺമെന്റ് വരണം, അവര് ആ ഗവൺമെന്റ് നമ്മുടെ ഫോറസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യണം. ഗ്രീൻ എൻവയറമെന്റ്. ഇനി അടുത്ത് ഞാൻ പരാമർശിക്കാൻ പോകുന്നത് സിക്കിമിനെ പറ്റിയാണ്. സിക്കിമിന്റെ ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവയറമെന്റൽ സ്റ്റേറ്റ് ആണ് സിക്കിം. ഇവിടെ എൻവയറമെന്റൽ പ്രോബ്ലംസിൽ കൂടുതലായിട്ട് സിക്കിം കാണുന്നത് പോപ്പുലേഷൻ ഗ്രോത്ത് കൊണ്ടാണ്. പോപ്പുലേഷൻ ഗ്രോത്ത്, ആ ലാൻഡിനെ അവർ എങ്ങനെ ഉപയോഗിക്കുന്നു, ഡിഫോറസ്റ്റേഷൻ, പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് മൈനിങ്, അതായത് കൽക്കരി, പിന്നെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്, ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ് വരുന്നു, അത് തെസ ആൻഡ് രംഗീത്ത് റിവേഴ്സിൽ. പിന്നെ ഡാം കൺസ്ട്രക്ഷൻ ഇവിടെയും നടന്നു. തെസ റിവറിന്റെ മുകളിൽ കൂടെ പ്ലാൻ ചെയ്തത് 1990-ലാണ്. 2000-ലും സ്റ്റേറ്റ് ഗവൺമെന്റ് വേരിയസ് ആയിട്ടുള്ള പല വിധത്തിലെ കമ്പനികളാണ് ഇതിന് ജോയിൻ ചെയ്തിട്ടുള്ളത്. കൂട്ടുകൃഷി, ലോ ഇമ്പാക്ട് പ്രോജക്ട്സ് ആണ് അവർ ഉദ്ദേശിച്ചത്. ഈ റിവേഴ്സിനെ അല്ലെങ്കിൽ ഈ പുഴകൾക്കുള്ള അതിനെ സബ്മർജ് ചെയ്യാനും ലാർജർ ഡാംസിനും ചാൻസസ് ഉണ്ട്. അപ്പോ ഇവര് പ്രോജക്ട്സിനെ ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ടണലിംഗിൽ കൊണ്ടിലും, അതേമാതിരി റോക്ക് ബ്ലാസ്റ്റിംഗ്, അതായത് പാറ പൊട്ടിക്കൽ. അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്താകും, സിഗ്നിഫിക്കന്റ് ആയിട്ട് ആ ഏരിയയിലുള്ളവർക്കും സബർബൻ സറൗണ്ടിങ് ഏരിയസിൽ അത് അഫക്റ്റ് ആവും. തെസ സ്റ്റേജ് 3, 5, 6 ഇങ്ങനെ പ്ലാൻ ചെയ്യും. അവരുടെ സ്ഥലങ്ങൾ ഇൻഡിജിനിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ലിപ്പാച്ച, ബുട്ടിയ എന്നുള്ള സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വരുന്നു. ഇതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയ്മെന്റ്, അൺഎംപ്ലോയിഡ് ആയിട്ടുള്ളവർക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കുന്നുള്ളതാണ് അവരുടെ ജസ്റ്റിഫിക്കേഷൻ. ഇതിനുശേഷം മാസ് ആയിട്ടുള്ള വ്യൂസ് കാണുകയും ഡാംസ് കൺസ്ട്രക്ട് ചെയ്താൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് വരിക, അവിടെ താമസിക്കുന്ന സാധാരണക്കാരായ പോപ്പുലേഷനും എൻവയറമെന്റൽ ഡീഗ്രേഷനും എന്ന് അവർ മനസ്സിലാക്കുന്നു. ഇനി അപ്പോൾ ആ വില്ലേജിൽ താമസിക്കുന്നവർ, ഡോൺസു എന്ന് പറഞ്ഞ വില്ലേജിൽ താമസിക്കുന്നവർ ഇതിന്റെ കൺസ്ട്രക്ഷനെ എതിർത്തിട്ട് അവർ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങി 2007. അപ്പൊ അവരുടെ ആ ഏരിയയിൽ അത് കാരണം ഈ അവിടെ താമസിക്കുന്ന ടെസയില് താമസിക്കുന്ന പൗരന്മാര് ഏറ്റവും കൂടുതലായിട്ടുള്ള മൂവ്മെന്റ് ഏതിനു വെച്ചാല് മേഘ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സിനാണ് അവര് കൊടുത്തിരുന്നതും. അതിനെ സപ്പോർട്ട് ചെയ്ത വിധത്തിൽ ലിപ്ച സിക്കിം, അതേമാതിരി സെഹാഡോഗിനും സെൻഡോങ്സ് എന്നുള്ളവരും സപ്പോർട്ട് ചെയ്തിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ത്രിപുരയെ കുറിച്ചാണ്. ത്രിപുര എന്ന് പറയുമ്പോഴത്തേക്കും ഹൈ ഡിഫോറസ്റ്റേഷൻ റേറ്റ്സ് ആണ് കണ്ടിരുന്നത്. കാരണം ജുഹം കൾട്ടിവേഷൻ ആണ്, പിന്നെ ഫോറസ്റ്റ് ഡിഗ്രേഷൻ. ഇത് രണ്ടും കാരണമാണ് ഇവിടെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഡിഫോറസ്റ്റേഷൻ കാണുന്നത്. ഇത് കൂടാണ്ട് വ്യതിയാനം, ക്ലൈമറ്റിൽ വരുന്ന ചേഞ്ച്, ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ടിവിറ്റി, വാട്ടറിൽ നിന്ന് വരുന്ന സൈക്കിള്, ബയോഡൈവേഴ്സിറ്റി, ഏതൊക്കെ ഡൈവേഴ്സിറ്റി നഷ്ടപ്പെടുന്നു, ഫോറസ്റ്റ് ഫയർ, അതായത് ഫോറസ്റ്റ് ഫയർ എന്ന് പറയുമ്പോൾ തീ പിടിക്കുക, ഫോറസ്റ്റിൽ തന്നെ തീ പിടിക്കുക. ഇത് കൂടാണ്ട് ഇവിടെ പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടായി, ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു, അതിന്റെ കൂടെ തന്നെ കൽക്കരി ഖനനം, മൈനിങ് റിസർട്ട് ചെയ്തു. ആന്ത്രോപോളജിക് സ്ട്രെസ് ആണ്, മനുഷ്യന്മാരിൽ പല വിധത്തിലുള്ള സ്ട്രെസ്സുകൾ വരികയും അഡ്വേഴ്സ് ആയിട്ട് അവരുടെ എൻവയറമെന്റിനെ, ത്രിപുര ഗവൺമെന്റിനെ അത് അഫക്ട് ചെയ്യുന്നു. ഇതിൽ ത്രിപുരയിലെ ലോക്കൽ NGOs എന്ന് പറഞ്ഞിട്ട് അവരുടെ പേര് അർപ്പൺ എന്നാണ്. അവർ വർക്ക് ചെയ്യാൻ തുടങ്ങി. ക്ലൈമറ്റ് ചേഞ്ച്, വ്യതിയാനം വരുന്ന വ്യത്യാസങ്ങൾ, ചേഞ്ച്, ഗവൺമെന്റ് അതിനെപ്പറ്റി പഠിക്കുകയും അതേമാതിരി എങ്ങനെയാണ് നമ്മൾ വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യേണ്ടത് പ്രോജക്റ്റിനെ പറ്റിയും അവർ പഠിക്കുന്നു. ഇതിന് കൂടാതെ ഈ കാലഘട്ടത്തിൽ അവര് ഹിമാലയൻ ക്ലീനപ്പ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു വർക്ക് കൊണ്ടുവരുന്നു. അതായത് 2019. അതില്
സ്റ്റുഡൻസ്, അഗർത്തലയിലുള്ള സ്റ്റുഡൻസ് എല്ലാവരും കൂടെ കൺസേൺ ചെയ്യുകയും യോജിച്ച് അവര് ഈ ഇഷ്യൂ ആയ ഡീഫോറസ്റ്റേഷനും മരം മുറിക്കലിനും എഗെയിൻസ്റ്റ് ആയിട്ട് അവര് വർക്ക് ചെയ്യാൻ തുടങ്ങി, അവർ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങി അവരുടെ നേച്ചറിനെ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ മെജോറിറ്റി ആയിട്ട് നമ്മൾ കണ്ടുവരുന്നതും മുഴുവനും ഇത് തന്നെയാണ്. 1960 ഡിഫറെന്റ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയില് വളരെ കൂടുതലായ എൻവയറമെന്റൽ പ്രോബ്ലംസ് കണ്ടു. മൂവ്മെന്റ് പ്രൊട്ടക്ഷനും അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാണ്ടിരിക്കാനും പ്രിസർവ് ചെയ്യാനുമുള്ള എൻവയറമെന്റൽ പ്രോബ്ലംസിന് കാടിനെ നശിപ്പിക്കാണ്ടിരിക്കാനുള്ള മൂവ്മെന്റ്സ് ഉണ്ടായി. നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഏറ്റവും കൂടുതൽ നാച്ചുറൽ റിസോഴ്സസ് ഉള്ളതാണ്. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യണം, അതിന്റെ വെറൈറ്റി ഫ്ലോറ ആൻഡ് ഫോണ ചെയ്യിക്കണം. അതേമാതിരി ചാലഞ്ചസ് ഒക്കെ വളരെ ചാലഞ്ചസ് അവര് ഫേസ് ചെയ്തു. ഈ മൂവ്മെന്റ്സ്, എൻവയറമെന്റൽ മൂവ്മെന്റ്സ് ഫേസ് ചെയ്തത് മുഴുവനും ഹൈവേസ് ഉണ്ടാക്കുക, റെയിൽവേസ് ഉണ്ടാക്കുക, ചെറുതും വലുതുമായ ഡാംസ് ഉണ്ടാക്കുക, ഓയിൽ നേച്ചറിൽ നിന്ന് എടുക്കുക, നാച്ചുറൽ പ്രോബ്ലംസ് എടുക്കുക. അപ്പൊ ഇങ്ങനെ ഡെവലപ്മെന്റ്, ലൈവ്ലിഹുഡ്, അവരുടെ ജീവിത മാർഗത്തിനെയും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് അത് ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയാണ് ഈ റീജിയൻ, നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ എൻവയറമെന്റൽ പ്രോബ്ലത്തിനെ പറ്റി എഗെയിൻസ്റ്റ് ആയിട്ട് ബേഗ ഡാം കൺസ്ട്രക്ഷനെ പറ്റിയും എൻവയറമെന്റൽ ഡീഗ്രേഡിനെ പറ്റിയും ഒക്കെ പറഞ്ഞു മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും ഈ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. ഇനി അടുത്ത യൂണിറ്റ്, അതായത് അടുത്ത യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇത് വരുന്നത് മുഴുവൻ ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റിയാണ്. ഹ്യൂമൻ റൈറ്റ്സ് എന്ന് വെച്ചാൽ യൂണിറ്റ് 14 ഇത്. ഹ്യൂമൻ റൈറ്റ്സ് എന്ന് വെച്ചാൽ അതേമാതിരി ഈ 8 സ്റ്റേറ്റ്സിലും ഉള്ളവരുടെ ഹ്യൂമൻ റൈറ്റ്സ് എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെ പറ്റിയാണ് നമ്മൾ ഇവിടെ പരാമർശിക്കാൻ പോകുന്നത്. അവരുടെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള അവകാശം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് ഇന്ത്യയിൽ കിട്ടേണ്ട അവകാശങ്ങൾ. അങ്ങനെ വരുമ്പോൾ നമ്മൾ പല വിധത്തിലും അവകാശങ്ങൾ, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മളുടെ കൾച്ചറിൽ വരുന്ന അവകാശങ്ങൾ തന്നെയാണ്. അപ്പോ നമ്മളുടെ ജനാധിപത്യ രാജ്യത്തിൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ജനാധിപത്യ ടെമ്പറാമെന്റ് ഉണ്ട്. അപ്പൊ ഇവിടെ പല വിധത്തിലുള്ള ഡിബേറ്റ്സ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട് പല കോർണറിലും. അപ്പൊ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് മനുഷ്യന് കിട്ടാവുന്ന റൈറ്റ്, ആ റൈറ്റിനെ ഒരു മൂവ്മെന്റ് ആക്കി മാറ്റി ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണാധികാരത്തിൽ 1970. അപ്പോ ഇതിന് കൊളീഷൻ കൊടുക്കാണ് സോഷ്യൽ മൂവ്മെന്റ്സും പല വിധത്തിലുള്ള നാച്ചുറൽ റിസോഴ്സസും അതിന്റെ മാനേജ്മെന്റ്, അതിന്റെ ലൈവ്ലിഹുഡ്, മൾട്ടി ലെവലിലുള്ള ഐഡന്റിറ്റീസ്, ജെൻഡർ ഇഷ്യൂസ്, ഏതൊക്കെ വിധത്തിലുള്ള ജെൻഡർ ഇഷ്യൂസ്, ഒപ്പോസിഷൻ, എത്നിക് കോൺഫ്ലിക്ട്സ്, ഇതിനെല്ലാം കൂടെ നമ്മൾ നോക്കിയിട്ടാണ് ഈ ചാപ്റ്ററിൽ വരാൻ പോകുന്നത്. ഈ യൂണിറ്റിൽ ഏറ്റവും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരാള് നാച്ചുറൽ റൈറ്റ്, ഒരാള് ആണായാലും പെണ്ണായാലും അതൊരു മനുഷ്യനാണ്. അപ്പോ യുണൈറ്റഡ് നേഷൻസ് സെന്റർ ഹ്യൂമൻ റൈറ്റ്സിൽ പറഞ്ഞിട്ടുള്ളത് ഓരോ മനുഷ്യനും അവനവൻ്റെതായ സർവൈവൽ, ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തിനെ ഏതെങ്കിലും സ്റ്റേറ്റ് അതിനെ നിരുത്സാഹപ്പെടുത്തിയോ അല്ലെങ്കിൽ അത് അവന് അനുവദിക്കാണ്ടിരിക്കുകയോ അങ്ങനെ വരുമ്പോൾ അവിടെ ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി അല്ലെങ്കിൽ അവരുടെ അവകാശത്തിനെ പറ്റി പ്രൊട്ടക്ട് ചെയ്യണം, സിവിൽ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യണം, ഡെമോക്രാറ്റിക് റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യണം. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റൂട്ട്സ് ആണ് എടുക്കുന്നത്. ഈ സോഷ്യൽ കോണ്ടാക്ട്സിൽ കൂടെ വന്നു ഇവല്യൂഷൻ ചെയ്തു വരുമ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് 3 ജനറേഷനിലാണ് വരുന്നത്. ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് 18ാമത്തെ സെഞ്ചുറിയിൽ യൂറോപ്പിലുണ്ടായത്. പിന്നെ അമേരിക്കൻ ഫ്രഞ്ച് റവല്യൂഷൻസ് ഉണ്ടാകുകയും അതിൽ കൂടെ അവരുടെ ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി നിങ്ങൾ എല്ലാം പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇത് ജനറേഷനിൽ കൊണ്ടുവന്നു. പിന്നെ ഇത് ആർബിട്രേറ്റി ആയിട്ട് കൊണ്ടുവരുന്നു. ഈ റൈറ്റ്സിനെ അല്ലെങ്കിൽ ഈ അവകാശങ്ങളെ പൊളിറ്റിക്കലായിട്ട് മാറ്റുമ്പോൾ ഇൻഡിവിജ്വൽ ഫ്രീഡം അത് ഇമ്പോർട്ടൻ്റ് ആണ്. പൊളിറ്റിക്കൽ റൈറ്റ്സിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ്? ഒരാൾക്കുള്ള ഫ്രീഡം, ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്, തോട്ട് ഉണ്ട്, ഫെയ്ത്ത് ഉണ്ട്.
ഇതാണ് ആദ്യത്തെ ഭാഗമായിട്ട് വരിക. സെക്കൻഡ് ജനറേഷനിൽ വരുമ്പോഴത്തേക്കും അത് 19ാം നൂറ്റാണ്ടിലാണ് ആ മൂവ്മെന്റ്സ് വരുന്നത്. ആ മൂവ്മെന്റ്സിൽ 19ാം നൂറ്റാണ്ടാകുമ്പോഴത്തേക്കും കുറച്ച് പ്രോഗ്രസ് ആവുന്നു. വർക്കിംഗ് ക്ലാസ്സസ് ആണ് ഉണ്ടാവുന്നത്, സാധാരണക്കാരായ വർക്കിംഗ് ക്ലാസ്സസ്. അപ്പൊ അവരുടെ എക്കണോമിക് ഇഷ്യൂസിനെ പറ്റിയും അതേമാതിരി പൊളിറ്റിക്കലി രാഷ്ട്രീയമായ ഇഷ്യൂസിനെ പറ്റിയും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ ആയാലും കൾച്ചറൽ ആയാലും ഇക്കണോമിക് സെക്യൂരിറ്റി ആയാലും അതിനെ നമ്മൾ എന്താ വിളിക്കുക വെച്ചാല് സെക്യൂരിറ്റി ഓറിയന്റഡ് ഇഷ്യൂസ് ആണ്. ഇതാണ് രണ്ടാമത്തെ ഭാഗം. കാരണം ആ നൂറ്റാണ്ടിൽ 19-20 നൂറ്റാണ്ടിൽ ഇൻഡസ്ട്രിയലൈസേഷൻ എടുക്കുന്നു. നിങ്ങൾ ലേബർ ഡേയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. അങ്ങനെയാണ് അത് വരുന്നത്. ഇനി മൂന്നാമത്തെ ജനറേഷൻ എന്ന് പറയുമ്പോൾ അത് ഗ്ലോബൽ ഇന്റർഡിപെൻഡൻസ് ആണ്. ത്രൂ ഔട്ട് ദ വേൾഡ് ഗ്ലോബൽ ഇന്റർഡിപെൻഡൻസ് ആണ്. ഈ ജനറേഷൻ ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ടുള്ള ഒരു തുടക്കമാണ്. ഈ തുടക്കത്തിൽ കൂടെ ഗ്രൂപ്പ് റൈറ്റ്സ്, ഇൻഡിവിജ്വൽ റൈറ്റ്സ് അല്ല ഗ്രൂപ്പ് റൈറ്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിന് വരുമ്പോ ഡെവലപ്മെന്റ് ഉണ്ടാക്കാനും ഒരു മനുഷ്യന് ഡെവലപ്മെന്റ് ഉണ്ടാക്കാനും അയാൾക്ക് സെൽഫായിട്ട് ഡിറ്റർമിനേഷൻ ചെയ്യാനുമുള്ള റൈറ്റ്, ഇതിനാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഈ ഗ്രൂപ്പായിട്ടുള്ള ബെനിഫിറ്റിനെയാണ്. ഹ്യൂമൻ റൈറ്റ് മൂവ്മെന്റ്സിൽ കൂടെ റെസ്പോണ്ട് ചെയ്ത് വരുമ്പോൾ വയലേഷൻ, ഏതെങ്കിലും എമർജൻസിയിൽ വയലേഷൻ വന്നാൽ മെയിൻ ആയിട്ടുള്ള സിവിൽ ലിബർട്ടീസിലാണ്. അപ്പൊ ബ്രോഡ് ആയിട്ടുള്ള ഡ്യൂ കോഴ്സ് വരുമ്പോൾ ലൈവ്ലിഹുഡിനെ പറ്റിയും എൻവയറമെന്റിനെ പറ്റിയും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റിനെ പറ്റിയും നമ്മൾ പറഞ്ഞു വരുന്നു. ഇതിന്റെ സിവിൽ ലിബർട്ടീസ് ഫേസ് എന്ന് പറയും. ആദ്യത്തെ കാലഘട്ടങ്ങളിൽ ആ ഫേസിൽ ഹ്യൂമൻ റൈറ്റ്സിന്റെ വർക്ക് ലോഡ് സ്റ്റേറ്റ് സിവിൽ സൊസൈറ്റിയും കോംപ്ലിമെന്ററി ചെയ്യുന്നു. ഇതിന്റെ കൂടെ ഹ്യൂമൻ റൈറ്റ്സ് അണ്ടർലൈൻ ചെയ്തു വരുന്നത് റിട്ടേൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പോ നമ്മൾ ഓട്ടോണമി അല്ലെങ്കിൽ അറ്റംപ്റ്റ് എടുക്കുന്നത് റൈറ്റ്സ് ബേസ്ഡ് ഓൺ സിവിൽ സൊസൈറ്റിയിൽ. ഈ റൈറ്റ്സ് സിവിൽ സൊസൈറ്റിയിലല്ല, സാധാരണ സൊസൈറ്റിയിലുള്ളവർക്ക് ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. ആ റൈറ്റ്സ് കൂടിയാണ് നമ്മൾ 1980 ഒരു പുതിയതായ ജനാധിപത്യ റൈറ്റ്സ് എന്നുള്ള ഒരു ഭാഗം കൊണ്ടുവരികയും ആ റൈറ്റ്സിനെ ഓപ്പറേറ്റ് ചെയ്ത് ഒരു ന്യൂ ഫ്രെയിം വർക്ക് കൊണ്ടുവരുന്നു. ഈ സ്റ്റേജിൽ അല്ലെങ്കിൽ ഫ്രെയിം വർക്ക് സൊസൈറ്റി വർക്ക് കൊണ്ടുവരുന്നു. ഇതിന്റെ ഹ്യൂമൻ റൈറ്റ്സ് കൺസ്ട്രക്ട് ചെയ്ത് വരുന്നത് സിവിൽ സൊസൈറ്റി പ്യൂർ ആയിട്ടുള്ള റിലം വെച്ചാൽ ഒരു കാര്യങ്ങളാണ്. റിലം ഓഫ് ഫ്രീഡം എന്ന് പറയാം. ഇവിടെ ഫങ്ഷൻ ചെയ്യുന്നത് സിവിൽ സൊസൈറ്റിയിൽ വരുന്നവര് വേരിയസ് ആയിട്ടുള്ള മിലിറ്ററി ഗ്രൂപ്പ് ഉണ്ടാവും, റാഡിക്കൽ സോഷ്യൽ ഗ്രൂപ്പ് ഉണ്ടാവും. മൂന്നാമത്തെ ഫേസിൽ വരുന്നത് ഹ്യൂമൻ റൈറ്റ്സിന്റെ വരുമ്പോഴത്തേക്കും ആ ഫേസ് 1990 ആകുമ്പോഴത്തേക്ക് അതങ്ങോട്ട് വരികയാണ്. ഈ ഫേസിൽ ഈ കാലഘട്ടത്തിൽ ഹ്യൂമൻ റൈറ്റ്സ് റീഡിഫൈൻ ചെയ്യാണ് പുതിയ സിവിൽ സൊസൈറ്റിയും അതേമാതിരി പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ സൊസൈറ്റി. അപ്പൊ ഈ ഫൈനലായിട്ട് കണ്ടംപററി ഫേസിൽ ഹ്യൂമൻ റൈറ്റ്സിന്റെ മൂവ്മെന്റ്സിൽ കൂടെ സ്ട്രൈവ് ചെയ്തു വരുന്ന പൊളിറ്റിക്കൽ ഡയമെൻഷൻ എത്രത്തോളം രാഷ്ട്രീയം അതിൽ വരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കി പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ രാഷ്ട്രീയത്തിന്റെയും കാര്യങ്ങൾ ഒരു കുറച്ചുകൂടെ കാര്യമായിട്ട് ഈ ഡെമോക്രാറ്റി അല്ലെങ്കിൽ ജനാധിപത്യം അറിയുന്ന ഒരു സൊസൈറ്റിയിൽ വരുമ്പോൾ അതിന്റെ ഇംപ്ലിമെന്റേഷൻ എത്രത്തോളം ഉണ്ടാവുന്ന അവർക്കറിയാം. ഇനി ഇവിടെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തിൽ വന്നിട്ടുള്ള ഹ്യൂമൻ റൈറ്റ് അവന്റെ മൗലികമായ അവകാശമാണത്. ആ അവകാശത്തിനെ പറ്റിയാണ് നമ്മൾ ഇപ്പൊ പറയുന്നത്. ഇൻഡിജിനിയസ് ആയിട്ടുള്ള ഗ്രൂപ്പ്, അതായത് അവരുടെ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അവരുടെ അവകാശങ്ങൾ, ഹ്യൂമൻ റൈറ്റ്സിന്റെ അവകാശങ്ങൾ മാറ്റിയത് ആർമിയൊക്കെ പോയിരുന്ന സമയത്താണ്. ഈ ആർമി ഈ ഹ്യൂമൻ റൈറ്റ്സിന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുള്ളപ്പോ ആർമി പോകുമ്പോൾ ആർമിന്റെ ഉള്ള അവരുടെ റൈറ്റ്സിനെ ബ്ലോക്ക് ചെയ്യും. അപ്പൊ ഹ്യൂമൻ റൈറ്റ്സിന്റെ അല്ലെങ്കിൽ അവകാശങ്ങളെ ഡിസ്പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡാം കെട്ടുന്നുണ്ട്, എൻവയറമെന്റ് ഡീഗ്രഡേഷൻ ഉണ്ട്, അവിടത്തെ ആൾക്കാർക്ക്, അവിടത്തെ ലോക്കൽ ആയിട്ടുള്ളവർക്ക് ഇഞ്ചുറി ആയാലോ
എത്തനിക് വയലൻസ്, അതായത് സാമൂഹ്യമായിട്ടുള്ള അവരുടെ വംശത്തിന്റെ ഇടയിൽ ഉണ്ടാവുന്ന വഴക്കുകളോ അങ്ങനെയൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് അതായത് ഈ ഇഷ്യൂ വയലേഷൻ ആണ്, സെക്യൂരിറ്റിയിലെ ഫോഴ്സസിൽ വയലേഷൻ വരുന്നുണ്ട്. സബ്ജക്റ്റ് വരുമ്പോഴത്തേക്കും അവരുടെ ഹ്യൂമൻ റൈറ്റ്സ്, അതേമാതിരി അക്കാഡമിക് ആയിട്ടുള്ള സർക്കിളിൽ പഠിക്കാൻ പറ്റാണ്ട് വരിക, ഫാക്ടേഴ്സ് ഭയങ്കരമായിട്ടുള്ള ഓട്ടോണമി മൂവ്മെന്റ്സ് ഉണ്ട്. ടെറിട്ടോറിയൽ പല സ്ഥലങ്ങൾ തമ്മിൽ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, പെർമിഷൻ ഇല്ലാണ്ട് പോവാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവരെ ടെറിട്ടോറിയൽ കോൺഫ്ലിക്ട്സ് വരും. ടെറിട്ടോറിയൽ കോൺഫ്ലിക്ട്സ് വന്ന ശേഷം പിന്നെ നമ്മൾ കാണുന്നത് കലാപങ്ങളാണ്. കലാപങ്ങൾ എന്ന് വെച്ചാൽ അവിടെ റീജിയണൽ മൂവ്മെന്റ്സും പാരാമിലിറ്ററി ഫോഴ്സസ് ഒക്കെ ഉണ്ട്. അപ്പൊ പാരാമിലിറ്ററി ഫോഴ്സസ് കൂടെ ഒക്കെ മാറ്റി വരുമ്പോൾ അവർക്ക് പ്രശ്നങ്ങൾ ഒരുപാട് വരുന്നു, അവരുടെ ആർമീന്റെ പ്രശ്നങ്ങൾ വരുന്നു. അങ്ങനെ ഈ വിഷമങ്ങൾ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് കൊണ്ടുവരുന്നുണ്ട് 58-ൽ. അതാണ് ഏറ്റവും കൂടുതൽ വയലേഷൻ, അതായത് എതിർത്തുക വന്നത്. ഈ കലാപങ്ങളുള്ള സ്ഥലങ്ങളിൽ അവരുടെ റൈറ്റ്സിന് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, ഡിസ്റ്റർബ് ഏരിയ, അതേമാതിരി സൊസൈറ്റിയിലെ ജുഡീഷ്യൽ റിവ്യൂ കൊണ്ടുവരികയും ഈ ഗ്രാൻഡ് ആയിട്ടുള്ള പവേഴ്സ് കൂടെ സസ്പീഷൻ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ ആ രാജ്യത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് അവരുടെ റൈറ്റിനെ പറ്റിയും അവരെങ്ങനെയാണ് അവരുടെ റൈറ്റ്സിനെ ലിബർട്ടിയിൽ കൊണ്ടുവരിക എന്നുള്ളത്, അവർക്ക് ആർമീനെ വരാണ്ടിരിക്കാനുള്ള ഒരു ആർബിട്രറി ആണ് കൊണ്ടുവരുന്നത്. ഇതിന്റെ ഡിമാൻഡിൽ കൂടെ അവര് സ്റ്റേറ്റ്, ഏതൊക്കെയാ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ആസാം, മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്, ഇതില് ഹ്യൂമൻ വയലേഷൻസ് ഒരുപാട് നടന്നിട്ടുണ്ട് ആർമിയുടെയും കലാപക്കാരുടെ ഇടയിൽ. അതിന് അഡ്വേഴ്സ് ആയിട്ട് അവരുടെ ലൈഫിനെ അഫക്ട് ചെയ്തു. അവരുടെ അല്ലെങ്കിൽ അവരുടെ കൗണ്ടർ അവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു കൗണ്ടർ ഓപ്പറേഷൻസ് അവര് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പൊ നമ്മൾ പലവിധമായ ലീഡേഴ്സ്, അതായത് ഉദയൻ മിശ്ര, അർപ്പൻ കുമാർ, മനുമുറ ശർമ്മ, ഇവരൊക്കെ ഈ വ്യൂവിനെ പറ്റി, സെൻട്രൽ ഗവൺമെന്റിന്റെ പോളിസിനെ പറ്റി എടുത്തു പറയുന്നു. അങ്ങനെയാണ് ഈ നെഗ്ലക്ട് ആയിട്ടുള്ള ഒപ്പീനിയൻസിനെ പറ്റിയും അതേമാതിരി ഹ്യൂമൻ റൈറ്റ്സിന്റെ മൂവ്മെന്റ്സിനെ പറ്റിയും നോർത്ത് ഈസ്റ്റിൽ പറയുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇത് എങ്ങനെ ആസാമിനെ എഫക്ട് ചെയ്തു എന്നുള്ളത്. അപ്പോ ആസാമിന്റെ ക്വസ്റ്റ്യന് പറയുകയാണെങ്കിൽ അവിടെ ആക്ടിവിറ്റീസ് പല എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട്. എക്സ്ട്രീമിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പറയണ്ടേ ഈ വിപ്ലവകാരികൾ. അപ്പൊ ഇവര് യൂസ് ചെയ്യുന്നത് ഫോഴ്സ് ആണ്, പാരാമിലിറ്ററി ഫോഴ്സസ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മനുഷ്യനെ കടത്തുക, അതായത് നമ്മൾ പറയും മനുഷ്യനെ ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ട് ട്രാഫിക്കിംഗ്, ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയും. അതിനും കൂടാണ്ട് സ്ത്രീകളെയും കുട്ടികളെയും, അതായത് ബോർഡർ ഡിസ്പ്യൂട്ട്സ് ഉള്ള സ്ഥലങ്ങൾ, അവർ ഇവിടെ നിന്ന് ഈ സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇവർ ഉപയോഗിക്കുന്നത് ഇവരെയാണ്. സ്ത്രീകളെയും കുട്ടികളെ ഉപയോഗിക്കുമ്പോൾ അത്രയും അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അവരുടെ തോന്നല്. ഇങ്ങനെ ഈ അബ്യൂസ് അല്ലെങ്കിൽ ഈ ചൂഷണം, ഹ്യൂമൻ റൈറ്റ്സിന്റെ ചൂഷണം ആസാമിൽ 1990 നടന്നു. അറസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിൽ പലരെ ആക്ടിവിറ്റീസിനെ ആക്റ്റീവായിട്ട് ആക്ട് ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യുന്നു പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, ബോംബിംഗ് നടത്തുന്നു, കിഡ്നാപ്പിംഗ് നടത്തുന്നു, അസാസിനേഷൻസ് കൊണ്ടുവരുന്നു, ടാർഗറ്റ് ചെയ്തിട്ട് അവര് ഉൾഫ എന്നുള്ള മൂവ്മെന്റ്. അപ്പോ ഇവര് ഇൻഫോർമേഴ്സ് ആണ്, സസ്പെക്ടിങ് ഇൻഫോർമേഴ്സ് എന്നുള്ളതിൽ പിടിക്കുകയും അവരെ പലവിധമായ അവരുടെ റൈറ്റ്സിനെ വയലേഷൻ നടത്തുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ആ സമയത്ത് നടന്നത് വളരെ ആസാം മഹിളാ സമിതി, ഇപ്പോഴത്തെ അതിന് ആസാം പ്രദേശ് മഹിളാ സമിതിയും ഒരേ മാതിരി തന്നെയാണ്. ഈ സമിതി വയലേഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്നു, മൂവ്മെന്റിനെ ലീഡ് ചെയ്യുന്നു. എന്തിനാ മൂവ്മെന്റിനെ ലീഡ് ചെയ്യുന്ന? വയലൻസ്, ഡിസ്ക്രിമിനേഷൻ, സ്ത്രീകളെ പീഡിപ്പിക്കൽ അല്ലെങ്കിൽ സ്ത്രീകളുടെ പഠിക്കൽ അല്ലെങ്കിൽ ലിറ്ററസി, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവര് വർക്ക് ചെയ്യാന്ന്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശിലും ഇതേമാതിരി ഈ ലോക്കൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിന് അവരുടെ വില്ലേജിൽ, അരുണാചൽ പ്രദേശിലും ചൈന ബോർഡറിലും ബയോഡൈവേഴ്സിറ്റി ഒരുപാട് മാറിപ്പോകുന്നുണ്ട്.
കൺസ്ട്രക്ഷൻ കാരണം അവർക്ക് സ്ഥലം മാറേണ്ടി വരുന്നു, ബയോഡൈവേഴ്സിറ്റിനെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിർത്താൻ പറ്റുന്നില്ല. ഇത് മാത്രമല്ല, ഇന്റർനാഷണൽ ബോർഡർ ആണത്. ഹ്യൂമൻ റൈറ്റ്സിന്റെ, ഹ്യൂമൻ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർ റോഡ്സോ ഹെൽത്ത് കെയർ ഇല്ല, ഫുഡ് സെക്യൂരിറ്റി ഇല്ല, ഡ്രിങ്കിങ് വാട്ടർ ഇല്ല, ഫെസിലിറ്റീസ് ഇല്ല. അങ്ങനെ വന്ന് 21 ഇവര് ഹ്യൂമൻ റൈറ്റ്സ് അരുണാചൽ പ്രദേശ് പറഞ്ഞിട്ട് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഫോം ആവുന്നു. ആ ഫോമിന്റെ കൂടെ അവർക്ക് എൻഷുർ ചെയ്യാണ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് 600 വില്ലേജസിൽ ഇന്ത്യ ചൈന ബോർഡർ വഴി അവര് നിർത്തലാക്കും എന്നുള്ള പെറ്റീഷൻ, ഹ്യൂമൻ റൈറ്റ്സിന്റെ ആക്ടിവിറ്റീസ് സുപ്രീം കോർട്ട് ലോയറായ രാധാകാന്ത് ത്രിപാഠിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ഈ പോപ്പുലേഷൻ ഡിമാൻഡ് ചെയ്യുന്നത് മുഴുവനും അവരുടെ പ്രൊട്ടക്ഷനാണ്. അവരെ പ്രൊട്ടക്ട് ചെയ്യുക, അവരുടെ ബയോഡൈവേഴ്സിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക. അതേമാതിരി ചക്മ റെഫ്യൂജീസ്, പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള റെഫ്യൂജീസ് എന്ന് പറഞ്ഞാൽ അഭയാർത്ഥികളെ അവർക്ക് വേണ്ട വിധത്തിലുള്ള പൗരത്വം, ഇന്ത്യൻ പൗരത്വം ഗ്രാൻഡിങ്, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് പല സ്ഥലത്തുനിന്ന് വരുന്ന റെഫ്യൂജീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അഭയാർത്ഥികൾ. അവർക്ക് അവരുടെ സ്ഥലത്ത് താമസിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ വേറെ സ്ഥലത്തേക്ക് പോകുന്നത്. അങ്ങനെ ഇപ്പൊ യുക്രൈനിൽ നിന്ന് പലായനം ചെയ്ത് വരുന്നവരെ കൊടുക്കുന്ന മാതിരി ഇവിടെ അവർക്ക് ഉള്ള സിറ്റിസൺഷിപ്പ്, അവർക്ക് വേണ്ട വിധത്തിലുള്ള ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കൊടുക്കാനും, അതേമാതിരി തന്നെ അവരെ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസിന്റെ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുമ്പോഴത്തേക്കും ഇന്ത്യയിലുള്ള, അതായത് ഇവിടത്തെ കമ്മ്യൂണിറ്റീസ്, ഇൻഡിജീനിയസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് അവരെ ഒപ്പോസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നിവർത്തിയില്ല. കാരണം അവർ വിചാരിക്കുന്നത് അവർക്ക് കിട്ടാനുള്ള ബെനിഫിറ്റ്സ് ഈ അഭയാർത്ഥികൾക്ക് കൊടുത്താൽ, അതിനെ പറ്റിയൊക്കെ ഫിലിംസ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ആ അഭയാർത്ഥി കൂട്ടങ്ങൾക്ക് കിട്ടിപ്പോയാൽ അവർക്ക് കിട്ടേണ്ട റൈറ്റ്സ് പോകും എന്നുള്ള ഫീലിംഗ് ആണ്. അതുകൊണ്ടാണ് ഈ അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കരുതെന്ന് അവര് ഡിമാൻഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മണിപ്പൂരിനെ പറ്റിയാണ്. മണിപ്പൂരിൽ ഇതേമാതിരി തന്നെ കലാപങ്ങൾ ഉണ്ടാവുന്നു. കലാപങ്ങളിലും അവരുടെ ഓട്ടോണമി, അല്ലെങ്കിൽ ആ സ്റ്റേറ്റിന്റെ അവർക്ക് സ്വയം ഭരണത്തിനുള്ള ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് 1958 ഉണ്ടായിരുന്നു. അതിന്റെ ഉപയോഗിച്ചുകൊണ്ട് ഈ മെർജ് ചെയ്ത, അതായത് ഓരോ രാജ്യവും മെർജ് ചെയ്യുക, അതായത് പ്രിൻസ്ലി സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും നാട്ടുരാജാക്കന്മാർ, രാജവാഴ്ചയുള്ള സ്ഥലങ്ങൾ യൂണിയൻ ടെറിട്ടറിയുടെ കൂടെ ചേരണോ വേണ്ടിയോ എന്നുള്ള ആ പെർമിഷൻ, അതാണ് അവരെടുക്കുന്നത്. അതിൽ ഈ ഫീലിംഗിൽ വരുമ്പോൾ മണിപ്പൂർ ആ കാലഘട്ടങ്ങളിൽ ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിരുന്നു. ആ പ്രിൻസ്ലി സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ രാജവാഴ്ച അവിടെയുണ്ട്. അപ്പോ യൂണിയൻ ടെറിട്ടറിയിലെ കൂടെ ഇത് ജോയിൻ ചെയ്യണമോ, അത് വന്നു കഴിഞ്ഞാൽ അത് ഇല്ലീഗൽ ആകുമോ, അല്ലെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ എഗെയിൻസ്റ്റ് വിരുദ്ധമാകുമെന്നുള്ള ഒരു ഭയം കൂടിയുണ്ട്. ഈ ഡിമാൻഡിന് അതുകൊണ്ടാണ് അവര് ഓട്ടോണമി ചോദിച്ചത്, സ്വയം ഭരണത്തിലുള്ള പെർമിഷൻ ചോദിക്കുന്നതും. അങ്ങനെയുള്ള ഈ വിപ്ലവകാരി ഗ്രൂപ്പിനെ ഡിമാൻഡ് ചെയ്യുന്നത് ഇങ്ങനത്തെ കാരണങ്ങളാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് വയലൻസ് ആണ്. അല്ലെങ്കിൽ പരസ്പരം അടിപിടി നടക്കും. ആംഡ് ഫോഴ്സസ് വരികയും അവർ ഒരുപാട് ആൾക്കാരെ, സാധാരണക്കാരെ കൊല്ലുകയും ലേഡീസിന്റെ അടുത്ത് മിസ്ബിഹേവ് ചെയ്യുന്നു. അങ്ങനെയാണ് ഒരു റിവൊക്കേഷൻ എന്നുള്ള ലെവലില് 2 സ്ത്രീകളെ വസ്ത്രമില്ലാണ്ട് നടത്തിക്കുക, പ്രൊട്ടസ്റ്റ് ചെയ്യുകയും 2004 ന്യൂഡായിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതിന് വേണ്ടിയിട്ട് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ നേരത്തെ മീരാബായി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓർഗനൈസേഷനെ പറ്റി പറഞ്ഞിരുന്നു ഇന്നലെ. അങ്ങനത്തെ പ്രൊട്ടസ്റ്റ് ഒക്കെ കൊണ്ടുവരികയും അവസാനം ഇമാം ഷർമില എന്ന് പറഞ്ഞ ഒരു ലേഡി ഫാസ്റ്റ് പ്രൊട്ടക്ഷൻ ആണ്. അതായത് ആഹാരം കഴിക്കാണ്ട് നവംബറിൽ 2000 തുടങ്ങി അതിനെ 10 വർഷത്തോളം കൊണ്ടുപോയിക്കൊണ്ടെന്ന് യാസാബ് റൈഫിൾസിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് അതിന്റെ വിറ്റ്നസ് ആയിരുന്നു.
അപ്പൊ അവരുടെ ഡിമാൻഡ് ഇങ്ങനത്തെ സ്റ്റേറ്റിനെ, ആ സ്ത്രീനെ പല പ്രാവശ്യവും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം 309 പീനൽ കോഡ് പ്രകാരം അവര് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് കാരണം ഇവരെ അറസ്റ്റ് ചെയ്യാൻ. ഇനി മേഘാലയയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഈ മേഘാലയയിൽ വരുമ്പോൾ പല വിധത്തിലുള്ള എഡ്യൂക്കേഷൻ ഇല്ല, മെഡിക്കൽ ഫെസിലിറ്റീസ് ഇല്ല, നഷ്ടം, ഇവർക്ക് ദരിദ്രം, ഇങ്ങനത്തെ ഇതിലെല്ലാം കൂടെ അവരുടെ റിമോട്ട് ആയിട്ടുള്ള വില്ലേജുകളിൽ ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റ് ചെയ്തത് മുഴുവനും കൽക്കരികൾ എടുക്കുക എന്നുള്ളതിലാണ്. അപ്പൊ കൽക്കരികൾ എടുത്ത് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് അതിൽ വരുന്ന പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനാണ് അവരുടെ പ്രോബ്ലംസ് വന്നുകൊണ്ടിരുന്നത്. ഇതിന്റെ കൂടെ ഈ മേഘാലയയില് നമ്മൾ വേർന്ന് കണ്ടു, യുറാനിയം എൻവയറമെന്റൽ ഡിഗ്രഡേഷൻ കണ്ടു, ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഉണ്ട്, മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തുക. അപ്പൊ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന യുറാനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അവിടെ വെസ്റ്റ് കാസ്റ്റി ഹിൽ സ്ട്രേറ്റില് വളരെ കൂടുതലായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് അവർക്ക് വരികയും അവർ അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യാനും തുടങ്ങി. അപ്പൊ ഈ പ്രൊട്ടസ്റ്റേഷൻ, പിന്നത്തെ പ്രൊട്ടസ്റ്റേഷൻ പറയുന്നത് മേഘ ഡാമാണ്. ഉമവത്ത് റിവർ എന്നിട്ട് കൂടെ ഒരു റാറ്റോൾ മൈനിങ് നടത്തുക. അതേമാതിരി സിവിൽ സൊസൈറ്റി, മേഘാലയയിലെ ഓർഗനൈസേഷൻസ് എല്ലാം ഈ അവനവന്റെ റൈറ്റ്സിനെ പറ്റി മനസ്സിലാക്കുകയും അതിനെപ്പറ്റി എതിർക്കുകയും ചെയ്യുന്നു. ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് നാഗാലാൻഡിനെ പറ്റി. നാഗാലാൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, മണിപ്പൂർ, നാഗാലാൻഡ് ക്വസ്റ്റ്യൻ ഇവിടെ കൂടുതലായിട്ട് ഡിഫറെന്റ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിറ്റീസും ഓർഗനൈസേഷൻ നാഗാലാൻഡിലുണ്ട്. ഇവരുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായ ആധിപത്യം, സ്വയം ഭരണമാണ് അവർ അയക്കുന്നത്. അവരുടെ ഈ നാഗാ ഹിൽസിനെ പറ്റിയും വിപ്ലവങ്ങൾ ഉണ്ടാവുകയും അതിന്റെ ഗവൺമെന്റിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി അവര് വിപ്ലവങ്ങൾ സൃഷ്ടിച്ചു. അതിന് അപ്പൊ എന്താ പറയുക, ആ ഏരിയനെ ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആക്ട് എന്ന് പറഞ്ഞിട്ട് 1956 കൊണ്ടുവരുന്നു. അപ്പോ അതിനുശേഷം അവര് AFSPA എന്ന് പറഞ്ഞത് ഒരു ഫോർമേഷൻ ഉണ്ടാക്കുന്നു. ഈ ഇവിടെ ആർമി യൂസ് ചെയ്ത് അവിടെയുള്ളവരെ അറസ്റ്റ് ചെയ്യുക, അതേമാതിരി വിപ്ലവകാരികളെ കൊല്ലുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, നാഗാ മദേഴ്സ് അസോസിയേഷൻ ഫോർമേഷൻ ചെയ്തു. റെസ്റ്റോറിങ്, അവിടെ സമാധാനം കൊണ്ടുവരണം എന്നുള്ള ഡിമാൻഡായിരുന്നു അവരുടെ. സേവ് നോ മോർ ബ്ലഡ് ഷെഡ്, ഇതായിരുന്നു അവിടെ ലോഞ്ചിങ്. അപ്പൊ അങ്ങനെ അവർ പ്രിവെൻഷൻ ചെയ്യാനായിട്ടും ജനാധിപത്യത്തിൽ കൂടെ അവരുടെ അവകാശങ്ങൾ തേടിയെടുക്കാനാണ് നാഗാലാൻഡ് ശ്രമിച്ചത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ത്രിപുരയെ പറ്റിയാണ്. ത്രിപുരയിലും ഇതേമാതിരിയുള്ള ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ്സ്, ഹെൽത്ത് ഇല്ല, എഡ്യൂക്കേഷൻ ഇല്ല, ട്രാൻസ്പോർട്ടേഷൻ ഇല്ല, എംപ്ലോയ്മെന്റ് ഇല്ല, ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ഇവര് ത്രിപുര ലോക്കൽ ഏരിയ ആയ ത്രിപുര ആൻഡ് ബംഗ്ലാദേശ്. അപ്പോ ഈ ബംഗ്ലാദേശിന്റെയും ഇൻഡോ ബംഗ്ലാദേശ് ബോർഡറിൽ വയലേഷൻ നടക്കുന്നുണ്ട്. ഹ്യൂമൻ റൈറ്റ്സിന്, ഹ്യൂമൻ ആക്ടിവിറ്റിനെ പറ്റി എടുത്തു പറയുന്നു. അത് കൂടാണ്ട് ഇവിടെ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ഷോർട്ട് കമ്മിങ്സ് ആണ്. എത്ര ഷോർട്ട് കമ്മിങ്സ്! എക്കണോമിക് സ്ട്രക്ചറിൽ കുറവുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ കുറവുണ്ട്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ശരിയല്ല, ഹ്യൂമൻ റൈറ്റ്സിന്റെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ശരിയല്ല. ഇവരുടെ ഗ്രിവൻസസ് മുഴുവനും കൂടുതലും പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിനെ പറ്റിയും, എക്സ്പെഷ്യലി ഏത് സമയത്താന്ന് വെച്ചാൽ എമർജൻസി ടൈമിൽ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മിസോറം സ്റ്റേറ്റില് ഒരു വിധത്തിലുള്ള പ്രോപ്പർ അറ്റൻഷൻ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതേമാതിരി ആസാം ഗവൺമെന്റും കൊടുത്തിട്ടില്ല. അപ്പൊ മിസോറം ഒരു പാർട്ടായതുകൊണ്ടും അവരുടെ ഫസ്റ്റ് ആയിട്ടുള്ള മോദം ഫാമിൻ, ഒരു ക്ഷാമം വരുന്നുണ്ട്. ആ ക്ഷാമം വരുന്നു, മിസോ ഹിൽസിനെ നെഗ്ലക്ട് ചെയ്യുന്നു. ഈ മിസോ ഹിൽസിന്റെ കാരണങ്ങൾ കാരണം അവിടെ കലാപങ്ങൾ ഉണ്ടാവുന്നു, മിസോ നാഷണൽ ഫ്രണ്ട് ഉണ്ടാകുന്നു, ലീഡർഷിപ്പ് ഓഫ് ലഡംഗ. ഇവര് യൂസ് ചെയ്യുന്ന വയലൻസിൽ, കൗണ്ടർ വയലൻസിൽ കൂടെ സെക്യൂരിറ്റി ഫോഴ്സ് ചെയ്ത് ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഹൈ ടൈറ്റ് സെക്യൂരിറ്റിയാണ് എടുക്കുന്നത്. ഈ ഓർഗനൈസേഷൻസ് എല്ലാം ഡിബേറ്റ് നടക്കുന്നു, പല വിധത്തിലുള്ള ചർച്ചകൾ നടത്ത് അവരുടെ കമ്മ്യൂണിറ്റി റൈറ്റ്സിനെ പറ്റിയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റൈറ്റ്സിനെ പറ്റിയും പരാമർശിക്കുന്നു. ലോക്കൽ ഡിഫൻസ് പാർട്ടി ഉണ്ടാകുന്നു. ഈ ലോക്കൽ ഡിഫൻസ് പാർട്ടിയുടെ ഇമ്പോർട്ടന്റ് റോൾ ഏത് വിധേയമേ ക്രൈം ഉണ്ടാവാണ്ട് ചെക്ക് ചെയ്യാന്നാണ്.
ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ റൈറ്റിനും നമ്മൾ ചർച്ചില് യങ് മിസോ അസോസിയേഷൻ ഫോം ആവുന്നു. ഈ ഫോർമേഷനിൽ കൂടെ, അസോസിയേഷനിൽ കൂടെ വിമൻസ് ഓർഗനൈസേഷനിലും കൊണ്ടുവരുന്നുണ്ട്. പാർട്ട്ണർഷിപ്പായ പൈ ഷൈനോക്കി എന്നുള്ള ഒരു ലീഡർഷിപ്പ് ഇഷ്യൂസ് കൊണ്ടുവരുന്ന വയലേഷൻ, ഡിസ്ക്രിമിനേഷൻ, സ്ത്രീകളെ എഗെയിൻസ്റ്റ് വർക്ക് ചെയ്യുക. അതേമാതിരി ഇന്നലെ ഞാൻ പറഞ്ഞു 33% അവർക്ക് പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റിൽ ചാൻസ് കൊടുക്കുക, മിസോ മാരേജ് ലോസ് ശരിയാക്കുക, അതേമാതിരി ബ്രൈഡ് പ്രൈസ്, സ്ത്രീധനം മേടിക്കാണ്ട് കല്യാണം കഴിക്കണം എന്നുള്ള ഇതൊക്കെയാണ് അവർ ചോദിച്ചുകൊണ്ടത്. അങ്ങനെ ഒരു പ്രോബ്ലം മിസോസിന്റെ കമ്മ്യൂണിറ്റിയിൽ കൊണ്ടുവന്നു. അവസാനം അത് നിർത്തി പോകുന്നു. നന്ദി, നമസ്കാരം.